ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണോ? നമ്മുടെ POCയിലെ വിറ്റ്നസ് ഓഫ് മേഴ്സി എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയുണ്ട്. അൽമായര് ദൈവശാസ്ത്രം പഠിക്കുകയും പ്രത്യേകിച്ച് പ്രേക്ഷിത പ്രവർത്തനങ്ങളെ, മിഷൻ പ്രവർത്തനങ്ങളെ കുറിച്ച് ആഴത്തിൽ പഠിക്കുകയും ചെയ്തതിന് ശേഷം ഓരോ മിഷൻ സ്ഥലങ്ങൾ സന്ദർശിച്ച് അവിടെ പ്രേക്ഷിത വേല തങ്ങളാൽ കഴിയും വിധം ചെയ്യുകയും മിഷൻ മേഖലകൾ കൂടുതൽ പരിചയപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു വേദിയാണത്. അതിൽ നമ്മുടെ ഈ കൂട്ടായ്മയിൽ നിന്ന് ബേബി ചേട്ടനുണ്ടായിരുന്നു. പിന്നെ ഈ ചേട്ടനെ ഞാൻ കാണുന്നുണ്ട്. ചേട്ടൻ്റെ പേരെനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ പല ബാച്ചുകളിൽ അവിടെ ഈ ഒരു ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. POCയിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ 9ാമത്തെ ബാച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ ഈ ബേബി ചേട്ടൻ്റെ 10ാമത്തെ ബാച്ചിലേക്ക് കയറി. ബേബി ചേട്ടനൊക്കെ 7ാമത്തെ ബാച്ചാണെന്ന് തോന്നുന്നു അല്ലേ? 9. ഇവരുടെ കൂടെ ഞാനൊരിക്കൽ ആദിലാബാദിലെ ചില മിഷൻ സ്റ്റേഷൻസ് സന്ദർശിക്കാനായിട്ട് പോയി. ആദിലാബാദ് രൂപതയിലെ ചില മിഷൻ സ്റ്റേഷൻസ്. അപ്പോൾ അവിടുത്തെ പാസ്റ്ററൽ സെൻറ്ററിൽ താമസിച്ചുകൊണ്ട് പകൽ ഞങ്ങൾ ഓരോ വില്ലേജുകളിലൂടെ ഇങ്ങനെ പോവുകയും അവിടെയുള്ള കുടുംബങ്ങളിൽ കയറി ചെന്ന് പ്രാർത്ഥിക്കുകയും അവരോട് പള്ളിയിലൊക്കെ വരണം, സ്ഥിരമായിട്ട് കുർബാനയ്ക്കൊക്കെ എത്താനായിട്ട് പരിശ്രമിക്കണമെന്ന് പ്രചോദിപ്പിച്ചുകൊണ്ട് കടന്നു പോവുകയും ചെയ്യുന്ന രീതിയിലാണ് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഞങ്ങളുടെ ശുശ്രൂഷ ക്രമപ്പെടുത്തിയിരുന്നത്. അന്നാണ് നമ്മളുടെ ബേബി ചേട്ടനെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. ബേബി ചേട്ടനാണ് എന്നെ ഇപ്പോൾ ഇന്നത്തെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് പ്രത്യേകമായിട്ട് ക്ഷണിച്ച് ഞാനിവിടെ വരുവാനായിട്ട് ഇടയായത്. അന്ന് ആദിലാബാദിലെ ചില വില്ലേജുകളൊക്കെ സന്ദർശിച്ച സമയത്ത് ചിലരുടെയൊക്കെ നോട്ടവും മട്ടും ഭാവവും ഒക്കെ കണ്ടിട്ട് ഏതാണ്ട് ഇവരിപ്പോൾ നമ്മളെ ആക്രമിക്കും എന്നുള്ളൊരു പ്രതീതി എനിക്ക് തോന്നിയായിരുന്നു. ഞാനത് പാസ്റ്ററൽ സെൻറ്ററിൻ്റെ ഡയറക്ടറച്ചനുമായിട്ട് അന്ന് രാത്രി തന്നെ പങ്കുവയ്ക്കുകയും ചെയ്തു. അച്ഛൻ പറഞ്ഞു, ദൈവം അനുഗ്രഹിച്ച് ഇതുവരെ ആദിലാബാദിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അച്ഛൻ പറഞ്ഞതുപോലെ എന്ന് പ്രശ്നങ്ങൾ ആരംഭിക്കും എന്നുള്ളത് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു സാഹചര്യം ഇവിടെ ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് പോലെ ഞങ്ങൾക്കും തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങളൊക്കെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും തിരിച്ചു പോന്നു. ഏതാനും മാസങ്ങൾ പിന്നിടുമ്പോഴത്തേക്കുമാണ് ആദിലാബാദിൽ MCBS അച്ഛന്മാർ നടത്തുന്ന ഒരു സ്കൂളും അതിനോട് ചേർന്നുള്ള ദേവാലയവുമൊക്കെ അവർ ആക്രമിക്കാനായിട്ട് ഇടവന്നത്. ഞങ്ങൾ താമസിച്ച പാസ്റ്ററൽ സെൻറ്ററിൻ്റെ അടുത്ത് നിന്നും ഒത്തിരി അകലെയല്ലാത്ത ഒരു സ്ഥലത്താണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അന്ന് ഞങ്ങളൊക്കെ അത്ഭുതത്തോടു കൂടി നോക്കിയ ഒരു കാര്യം, ഒരു തെറ്റും ചെയ്യാത്ത ആ സ്കൂൾ പ്രിൻസിപ്പൽ അച്ഛനെയും അവിടെ പ്രവർത്തിക്കുന്ന സിസ്റ്റേഴ്സിനെയും ഒക്കെ ആക്രോശത്തോടു കൂടെ ഒരു ജനസമൂഹം സമീപിച്ചപ്പോൾ പോലീസുകാർ പോലും നോക്കുകുത്തികളായിട്ട് നിന്നതേ ഉള്ളൂ. അവരുടെ പേരിൽ പ്രത്യേകമായൊരു കേസോ കാര്യങ്ങളോ ഒന്നും തന്നെ ആ സമയത്തോ പിന്നീടോ വന്നില്ല എന്നുള്ളതാണ് പരമാർത്ഥം. നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, എൻ്റെ നാമം മൂലം നിങ്ങൾ സർവ്വരാലും ദ്വേഷിക്കപ്പെടും, നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് ബലിയർപ്പിക്കുന്നു എന്ന് കരുതുന്ന സമയം വരുന്നു. ഈ ലോകത്തിൻ്റെ ഏത് കോണിലും ക്രിസ്ത്യാനിയെ ആക്രമിച്ചാൽ അത് കുഴപ്പമില്ലാത്ത ഒരു തലത്തിലേക്ക് ഇന്നത്തെ സമൂഹത്തിൻ്റെ ബോധം എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെന്തോ വലിയ തെറ്റ് ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ടാണ് നമ്മൾ ആക്രമിക്കപ്പെടുന്നത് എന്നുള്ള രീതിയിലാണ് സോഷ്യൽ മീഡിയകളാണെങ്കിലും മറ്റ് പത്രമാധ്യമങ്ങളാണെങ്കിലും ആ വിവരങ്ങളൊക്കെ ലോകത്തെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ പ്രത്യേകിച്ച് കത്തോലിക്കരായിട്ടുള്ളവരെ, ക്രിസ്ത്യാനികളായിട്ടുള്ളവരെ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ആക്രമിച്ചാലും
അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അത് ഒരു മതവിഭാഗത്തിൻ്റെ ഏറ്റവും നല്ല പ്രവൃത്തിയായിട്ട് പരക്കെ അംഗീകരിക്കപ്പെടുകയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മൾ കാണുന്നത് പോലെ നമ്മൾ കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ച് ഉണ്ടാക്കിയെടുത്ത സ്ഥാപനങ്ങളും പണിതുകൂട്ടിയ ദേവാലയങ്ങളുമൊക്കെ ഒരു സുപ്രഭാതത്തിൽ നിഷ്കരുണം തച്ചുടയ്ക്കപ്പെടുമ്പോൾ അവിടെ ജയ് ശ്രീറാം എന്നുള്ള വിളി ഉയർന്നു കഴിഞ്ഞാൽ അത് പിന്നെ ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല. അതൊരു തെറ്റായിട്ട് പോലും പരിഗണിക്കപ്പെടുന്നില്ല എന്നുള്ളത് നമ്മൾ ഓരോരുത്തരെയും ചിന്തിപ്പിക്കേണ്ട ഒരു വസ്തുതയാണ്. നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് ബലിയർപ്പിക്കുന്നു എന്നുള്ള അതിനുള്ള സമയം ആയിരിക്കുന്നു, അല്ലെങ്കിൽ കരുതുന്ന സമയം വരുന്നു എന്ന് വിശുദ്ധ ഗ്രന്ഥം മുന്നറിയിപ്പ് നൽകുമ്പോൾ അതിൻ്റെ കാരണം പിന്നീട് നമ്മൾ തുടർന്ന് വരുന്ന വാക്യങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നെയോ എന്നെ അയച്ച പിതാവിനെയോ അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ള രീതിയിലാണ് തുടർന്നുള്ള വചനഭാഗം അവതരിപ്പിക്കുന്നത്. അപ്പോൾ എന്തായി? കുറ്റം നമ്മളുടെ തന്നെയായിട്ട് മാറുകയാണ്. നമ്മളറിഞ്ഞ, നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തെ, യേശുവിനെ അയച്ച പിതാവിനെ നമ്മൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു യാഥാർത്ഥ്യം മറ്റുള്ളവർ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ആക്രമിക്കപ്പെടുവാൻ പോലും ഇടവരുന്നത്. അല്ലെങ്കിൽ നമ്മളെ ആക്രമിക്കുന്നവരും നമ്മളെ കൊല്ലുന്നവരുമൊക്കെ അവരുടെ ദൈവത്തിന് ബലിയർപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പോലും കരുതപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നതിൻ്റെ കാരണം നമ്മൾ അറിഞ്ഞ ദൈവത്തെ നമ്മൾ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിൽ വന്ന വീഴ്ചയാണ് എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. സ്നേഹമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ദൗത്യത്തെക്കുറിച്ച് നമ്മളൊക്കെ കൂടുതൽ അവബോധമുള്ളവരായിട്ട് മാറേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷെ അതിനപ്പുറത്ത് നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ പ്രഘോഷണങ്ങളിലൂടെ, നമ്മുടെ വാക്കുകളിലൂടെ, നമ്മുടെ പ്രവൃത്തികളിലൂടെ ഈശോയെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആഴമേറിയ വിചിന്തനത്തിന് വിഷയീഭവിപ്പിക്കേണ്ട ഒരു വലിയ കാര്യം എന്ന് എനിക്ക് തോന്നുകയാണ്. ഞാനിപ്പോൾ POCയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. POC എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ കേരള സഭയുടെ സെക്രട്ടേറിയറ്റാണ്. കേരള സഭയുടെ ആസ്ഥാന മന്ദിരമാണ് POC. അവിടെ 3 റീത്തിൽപ്പെട്ടവരുമുണ്ട്. സീറോ മലബാറുകാരുണ്ട്, സീറോ മലങ്കരയുണ്ട്, അതുപോലെ ലാറ്റിൻ ക്രിസ്ത്യൻസ് ഉണ്ട്. ഇവരെല്ലാവരും ഉൾച്ചേരുന്നതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരള സഭ എന്ന് പറയുന്നത്. കഴിഞ്ഞ 4.5 പതിറ്റാണ്ടിലേറെ കാലമായിട്ട് കേരള സഭ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ ഒരു ശുശ്രൂഷയെ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഇന്ന് ഇത്രയും യാത്ര ചെയ്ത് ഇവിടെ വന്നത്. അപ്പം എന്നോട് ബേബിച്ചേട്ടൻ പറഞ്ഞു, വെച്ചാൽ 10-40 പേരെ ഉണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, നമ്പർ നമുക്ക് വിഷയമുള്ള കാര്യമല്ല. 4 പേരേ ഉള്ളുവെങ്കിലും ഈ ശുശ്രൂഷയെക്കുറിച്ച് പറയാൻ എനിക്ക് ചാൻസ് കിട്ടിയാൽ ഞാൻ വരും, ഞാൻ പറയാനായിട്ട് തയ്യാറാണ് എന്ന് പറഞ്ഞു. സ്നേഹമുള്ളവരെ, അത് ഞാൻ പറയാൻ കാരണം ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ശുശ്രൂഷയ്ക്ക് അത്രയേറെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഈ ശുശ്രൂഷ എന്ന് പറയുന്നത് ജീസസ് ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന കൂട്ടായ്മ നടത്തുന്ന തടവറ പ്രേക്ഷിത ശുശ്രൂഷയാണ്. 1981 കാലഘട്ടത്തിൽ കോട്ടയം സെയിൻറ്റ് തോമസ് വടവാതൂർ അപ്പസ്തോലിക് സെമിനാരിയിൽ രൂപം കൊണ്ടതാണ് ഈ ജനമുന്നേറ്റം. അവിടെ തൃശ്ശൂർ അതിരൂപതയ്ക്ക് വേണ്ടിയും അതുപോലെ MCBS സഭയ്ക്ക് വേണ്ടിയും പഠിച്ചുകൊണ്ടിരുന്ന വർഗീസ് കരിപ്പേരി, ഫ്രാൻസിസ് കൊടിയൻ എന്നീ 2 വൈദികാർത്ഥികൾക്ക് അവരുടെ പ്രാർത്ഥനാ സമയത്ത് ലഭിച്ച പ്രചോദനത്തിൽ നിന്നും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഒരു മുന്നേറ്റം ആരംഭിച്ചത്. അതിൽ ഈ വർഗീസ് കരിപ്പേരി എന്ന് പറയുന്ന ബ്രദറിനാണ് ഇതിൻ്റെ ആ ഒരു സ്പാർക്കായിട്ടുള്ളൊരു ചിന്ത പരിശുദ്ധാത്മാവ് നൽകിയത്. അതിപ്രകാരമായിരുന്നു, ബി എ ലവ് ബോംബ്, ലെറ്റ് ഇറ്റ് ബി എക്സ്പ്ലോഡഡ്, നോട്ട് ടു കിൽ
but to heal the broken hearts. സ്നേഹത്തിൻ്റെ ഒരു ബോംബായി തീരണം. ആ ബോംബ് പൊട്ടിത്തെറിക്കണം. മറ്റുള്ളവരെ കൊല്ലാനല്ല, തകർന്ന ഹൃദയങ്ങളെ സുഖപ്പെടുത്താൻ. ഹിരോഷിമയിലും നാഗസാക്കിയിലുമൊക്കെ അണുബോംബ് വർഷിക്കപ്പെട്ടപ്പോൾ ആ ബോംബ് വർഷിച്ച വ്യക്തി രക്ഷപ്പെട്ടു. അതിൻ്റെ വികിരണങ്ങൾ ഏറ്റുവാങ്ങിയ ലക്ഷക്കണക്കിന് മനുഷ്യർ പുഴുക്കളെ പോലെ ചത്തൊടുങ്ങി എന്നുള്ളത് നമ്മളൊക്കെ വായിച്ചറിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇത്രയും വർഷങ്ങൾ പിന്നിടുമ്പോഴും ഇന്നും അവിടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഈ ആറ്റം ബോംബിൻ്റെ വിസ്ഫോടനത്തിൻ്റെ ഫലമായിട്ടുണ്ടായ വികിരണങ്ങൾ ഏറ്റുവാങ്ങുന്നതിൻ്റെ ഫലമായി പലതരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടാണ് ജനിക്കുന്നത്. അതിൻ്റെ പല വൈകല്യങ്ങളും അവരെ ബാധിക്കുന്നുണ്ട്, അവരുടെ വളർച്ചയെ ബാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളും നമ്മൾ വായിച്ചറിഞ്ഞിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, കാൽവരിയിൽ ഒരു വലിയ ബോംബ് സ്ഫോടനം നടന്നു. അത് സ്നേഹത്തിൻ്റെ ഒരു വലിയ വിസ്ഫോടനമായിരുന്നു. ആ സ്നേഹത്തിൻ്റെ ബോംബ് വർഷിച്ച വ്യക്തി കുരിശിൽ ചിതറിക്കപ്പെട്ടു. ആ കുരിശിലെ മരണത്തിലൂടെ, ആ സ്നേഹ വിസ്ഫോടനത്തിലൂടെ കടന്നു വന്ന ഊർജം സ്വീകരിക്കുന്ന എല്ലാവരും ഇന്ന് രക്ഷ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ കാൽവരിയിലെ സ്നേഹ വിസ്ഫോടനത്തിൻ്റെ ശക്തിയിൽ നിന്നുകൊണ്ടാണ് ഈ ജയിൽ പ്രേക്ഷിത ശുശ്രൂഷയ്ക്ക് കേരള സഭയിൽ തുടക്കം കുറിച്ചത്. ആയിരത്തി 1986 ഈ വൈദികാർത്ഥികൾ റെക്ടറേറ്റിൻ്റെ അനുവാദത്തോടു കൂടി കേരളത്തിലുള്ള എല്ലാ ജയിലുകളും സന്ദർശിച്ചു. അന്നുവരെ ഒരു കത്തോലിക്കനും തിരിഞ്ഞു നോക്കിയിട്ടില്ലാത്ത ഇടമാണ് തടവറ എന്ന് മനസ്സിലാക്കണം. ആദ്യമായിട്ട് കത്തോലിക്കർ സഭയുടെ പേരിൽ ജയിലിലേക്ക് കടന്നു ചെന്നത് 1986 മാർച്ച് മാസം 15 ഇവരുടെ വലിയ അവധി തുടങ്ങിയ സമയത്ത് ഒരു 10-20 ദിവസം എടുത്തുകൊണ്ട് അന്ന് കേരളത്തിൽ 35 ജയിലുകളാണ് ഉണ്ടായിരുന്നത്. ഈ 35 ജയിലുകളിലും ഇവർ പോയി. കത്തോലിക്കരുള്ള തടവറകളിലൊക്കെ സൂപ്രണ്ടിനോട് പറഞ്ഞ് അനുവാദം വാങ്ങി അവർ ബലിയർപ്പിച്ചു. കുറേയേറെ തടവറ മക്കൾക്ക് അന്ന് കുമ്പസാരിക്കുവാനുള്ള, വർഷങ്ങൾക്ക് ശേഷം കുമ്പസാരിക്കുവാനുള്ള അവസരം കിട്ടി. ഇവരൊരുങ്ങിയ കുറച്ച് കലാപരിപാടികളൊക്കെ അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് അവരുടെ മനസ്സിന് വലിയ ഊർജം അവർ പകർന്നു നൽകിയിട്ടാണ് തിരിച്ചു വന്നത്. ഈ ജയിൽ സന്ദർശനത്തെ അവർ വിളിച്ചത് ഒരു തീർത്ഥാടനം എന്നാണ്. തീർത്ഥാടനങ്ങൾ മനുഷ്യൻ നടത്തുന്നത് നമുക്കറിയാമല്ലോ, ദൈവത്തെ ദർശിക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന യാത്രകളാണ് തീർത്ഥാടനങ്ങൾ. അതേപോലെ തന്നെ അതേ ചൈതന്യത്തോടു കൂടെ തന്നെയാണ് അവർ ഈ തടവറകളിലേക്ക് ആദ്യമായിട്ട് കടന്നു ചെന്നത്. അതുവരെ ഈ പോലീസുകാരുടെ തെറിവിളി മാത്രം കേട്ടിട്ടുള്ള, ആ തെറിവിളിക്ക് പോലും മറുപടി കൊടുക്കേണ്ടി വന്നിട്ടുള്ള ഈ മനുഷ്യരെ ആദ്യമായിട്ട് കുറേയേറെ വ്യക്തികൾ പുറത്തു നിന്നും കയറി വന്നിട്ട് അവരെ ചേട്ടന്മാരെ എന്നൊക്കെ വിളിച്ച് അഭിസംബോധന ചെയ്യുന്നത് കണ്ടപ്പോൾ അത് തന്നെ ഇവർക്ക് ഒരു പുത്തൻ അനുഭവമായിരുന്നു എന്നാണ് പറയുന്നത്. ആ 1986 മുതൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങൾ വരെ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ജയിലുകളിലും യേശുവിൻ്റെ നാമത്തിൽ തടവറ പ്രേക്ഷിതർ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു ചെല്ലുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് സഭയെ വിമർശിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. സഭ നടത്തുന്ന സ്ഥാപനങ്ങളെ വിമർശിക്കുന്നവരുണ്ട്. പക്ഷെ അങ്ങനെ വിമർശിക്കുന്നവർ പോലും അറിയാത്ത ഒരു ശുശ്രൂഷയാണ് സഭ ഇത്രയും കാര്യമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന തടവറ പ്രേക്ഷിത ശുശ്രൂഷ എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ ശുശ്രൂഷയെക്കുറിച്ച് അറിയണം. നിങ്ങൾ ഈ ശുശ്രൂഷയെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കണം. ഈ ശുശ്രൂഷയുടെ ഫലപ്രാപ്തിക്ക് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. ഇത് പറയാനാണ് ഞാനിന്ന് പ്രധാനമായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വന്നത്. സ്നേഹമുള്ളവരെ, ചിലപ്പോൾ ഞാൻ ഈ ഞായറാഴ്ചകളിൽ വരാപ്പുഴ രൂപതയുടെ ഓരോ ഇടവകകളിലൊക്കെ ഷെയറിങ്ങിനായിട്ട് പോകാറുണ്ട്. ഈ മിനിസ്ട്രിയെക്കുറിച്ച് സാധാരണ ജനങ്ങൾ കേട്ടിട്ടില്ലെന്ന് പറയുന്നത്.
അപ്പോൾ അവർ ഇതൊന്ന് അറിയാൻ വേണ്ടി, അവർക്കൊരു അവബോധം കിട്ടാൻ വേണ്ടി ഞാനിങ്ങനെ പോയി ഈ ശുശ്രൂഷയെക്കുറിച്ച് അവരോട് പങ്കുവയ്ക്കാറുണ്ട്. അപ്പോൾ ഞാൻ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പല ഇടവകകളിൽ നിന്നും അൽമായർ ഈ ശുശ്രൂഷയിലേക്ക് വളരെ താല്പര്യപൂർവ്വം കടന്നു വരുന്നുണ്ട്. വളരെ താല്പര്യപൂർവ്വം അവർ കടന്നു വരുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്കും പ്രചോദനം ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്കെല്ലാവർക്കും ഈ ശുശ്രൂഷയിലേക്ക് സുസ്വാഗതം എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കേരളത്തിൽ 55 ജയിലുകൾ പ്രവർത്തനക്ഷമമായിട്ടുണ്ട്. 1986 നമ്മൾ ആദ്യമായിട്ട് ജയിൽ സന്ദർശനം നടത്തിയപ്പോൾ അന്ന് 35 ജയിലേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിൽ ഇത്രയും വർഷം കൊണ്ട് ഇപ്പോൾ അത് 55 ജയിലുകളായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ചില ഇടവകകളിൽ നമ്മൾ ഈ ഒരു ഷെയറിങ്ങിന് പോകുമ്പോൾ അവിടെയുള്ള ചില മനുഷ്യർ ചോദിക്കും, അച്ഛാ എന്തിനാ ഈ മിനിസ്ട്രി ചെയ്യുന്നത്? തടവറയിലേക്കൊക്കെ നമ്മൾ കടന്നു ചെല്ലേണ്ട കാര്യം എന്തോ ഉള്ളത്? അവർ കൊടും കുറ്റവാളികളല്ലേ? അവർ എന്നോട് പറഞ്ഞ അതേ സെൻറ്റൻസ് ഞാൻ പറയുന്നത്. അവർ കൊടും കുറ്റവാളികളല്ലേ? അവർ നന്നാവുമോ? മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് തീർത്താൽ തീരാത്ത ദുഃഖത്തിൻ്റെ കയങ്ങൾ സമ്മാനിച്ചതിൻ്റെ ഫലമായിട്ടല്ലേ അവരെ പോലീസുകാർ കൊണ്ട് പിടിച്ചിട്ടിരിക്കുന്നത് അവിടെ? ഇനി അവരുടെ അടുത്തേക്ക് നമ്മൾ പോകേണ്ട കാര്യം എന്തോ ഉള്ളത്? അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? അച്ഛന് വേറെ വല്ല ശുശ്രൂഷയിലേക്കും പോയിക്കൂടെ എന്നോട് ആളുകൾ ചോദിച്ചിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത്, ഒന്ന്, ഈശോ ഈ ശുശ്രൂഷ ആഗ്രഹിക്കുന്നു. ഈ ശുശ്രൂഷ ചെയ്യാൻ ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ്. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 25-ാം അധ്യായത്തിൻ്റെ 36-ാം വാക്യത്തിൽ അന്ത്യവിധിയെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് നമ്മളെന്താ വായിക്കുന്നത്? ഞാൻ തടവറയിലായിരുന്നു, നിങ്ങളെൻ്റെ സന്ദർശിച്ചു എന്നല്ല കേട്ടോ. ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. ഞാൻ തടവറയിലായിരുന്നു, നിങ്ങളെൻ്റെ അടുത്തു വന്നു. എന്താണ് ഈ സന്ദർശനവും അടുത്തു വരലും തമ്മിലുള്ള വ്യത്യാസം? സന്ദർശിക്കുക എന്ന് പറഞ്ഞാൽ അടുത്ത് പോയി കൊള്ളാം എന്ന് പറഞ്ഞ് നിന്നാൽ മതി, സന്ദർശനമായി. അടുത്തു വന്നു എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടി ഒരു ഇൻറ്റിമസി നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നതാണ്. അപ്പോൾ തടവറയിലേക്ക് നമ്മൾ പോകേണ്ടത് തടവറ സന്ദർശിക്കാനല്ല, മറിച്ച് അവരുടെ കൂടെ ആയിരിക്കാനാണ്. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനത്തിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: തടവുകാരോട് നിങ്ങൾ അവരോടൊപ്പം തടവിലായിരുന്നാൽ എന്ന പോലെ പെരുമാറുവിൻ. വേറെ ഒരാളോടും എങ്ങനെ പെരുമാറണം എന്നുള്ളതിനെ കുറിച്ച് ഇത്രയും കൃത്യമായിട്ട് ബൈബിൾ പറയുന്നുണ്ടാവില്ല. പക്ഷേ തടവുകാരോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ സങ്കീർത്തനങ്ങളും മറ്റ് വിശുദ്ധ ഗ്രന്ഥഭാഗങ്ങളൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം, ദൈവം ഈ ശുശ്രൂഷ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം തടവുകാരോട് താദാത്മ്യം പ്രാപിച്ചവനാണ് കർത്താവ്. അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞത്, ഞാൻ തടവറയിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു. തടവറയിലുള്ളവരെ സന്ദർശിക്കുമ്പോൾ അത് കർത്താവിനെ തന്നെ സന്ദർശിച്ചതായിട്ടാണ് ദൈവം വരവ് വയ്ക്കുന്നത്. നമുക്ക് അന്ത്യവിധിയുടെ സമയത്ത് നമ്മൾ അഭിമുഖീകരിക്കേണ്ട ചോദ്യങ്ങളിലൊന്നാണ്, ഞാൻ തടവറയിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നുവോ? നമുക്കെല്ലാവർക്കും ഇപ്പോൾ ഈ ടോക്ക് കഴിഞ്ഞാൽ ഉടനെ അടുത്തുള്ള ജയിലിലേക്ക് അങ്ങ് പോകാം എന്ന് വിചാരിച്ചാൽ അതിന് സാധിക്കില്ല. കാരണം പണ്ട് നമുക്ക് കുറച്ചും കൂടി ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു. ഇന്ന് ജയിലുകളിലേക്ക് പോകാനായിട്ട് ഒരു രക്ഷയില്ലാത്ത അവസ്ഥയാണ്. ഭയങ്കര റെസ്ട്രിക്ഷൻസാണ്. ഹരിയാനക്കാരനായിട്ടുള്ളൊരു DGP ആണ് ഇപ്പോൾ ജയിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ DGP. അപ്പോൾ അമിത്ഷായാണ് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഒരു രീതിയിലും ഒരു ക്രിസ്ത്യൻ പ്രൊമോഷനും ഈ മേഖലയിൽ നടക്കരുതെന്ന് അവർക്ക് കൃത്യമായിട്ട് പദ്ധതിയുള്ളതുകൊണ്ട് നമ്മളെ അടുപ്പിക്കാനായിട്ട് ആഗ്രഹിക്കാത്ത രീതിയിലാണ് അവർ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഈസ്റ്റർ അല്ല, അതിന് മുമ്പത്തെ ഈസ്റ്ററിനോടനുബന്ധിച്ച് നമുക്ക് പെട്ടെന്ന് ഒരു നോട്ടീസ് കിട്ടി. അതായത് മാർച്ച് മാസം 31 ജയിലുകൾ സന്ദർശിക്കാനുള്ള ജീസസ് ഫ്രട്ടേണിറ്റിയുടെ അനുവാദം
റദ്ദ് ചെയ്യുകയാണ്. ശരിക്കും അത് ജൂലൈ മാസം വരെ ഉള്ളതായിരുന്നു. ആ സമയത്താണ് നമുക്ക് ലെറ്റർ തരുന്നത്, മാർച്ച് 31 കൂടി നിങ്ങൾക്ക് ജയിലിൽ വരാനുള്ള അനുവാദം കഴിഞ്ഞു, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ അനുവാദം എടുക്കണം. അപ്പോൾ ആ വർഷം ഏപ്രിൽ മാസം 6-ാം തീയതിയാണ് ഈസ്റ്റർ വരുന്നത്. അപ്പോൾ ഈ ഒരു നോട്ടീസ് എൻ്റെ കയ്യിൽ കിട്ടിയതോടുകൂടി എനിക്ക് ആകെ വിഷമായി. കാരണം പെസഹ വ്യാഴാഴ്ച നമ്മൾ തിരുക്രമങ്ങൾ, കാല് കഴുകുന്ന ശുശ്രൂഷ വരെ തടവറകളിൽ ചെയ്യാറുണ്ട്. എല്ലാ ജയിലിലുമല്ല, കത്തോലിക്കർ കൂടുതലുള്ള, ക്രിസ്ത്യൻസ് കൂടുതലുള്ള ജയിലുകളിൽ നമ്മൾ ഈ ശുശ്രൂഷ വരെ ചെയ്യാറുണ്ട്. നമുക്ക് വർഷങ്ങളായിട്ട് അതിന് അനുവാദം കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ ദുഃഖവെള്ളിയാഴ്ച നമ്മൾ ഇടവകകളിൽ ചെയ്യുന്നത് പോലെ തന്നെ കുരിശിൻ്റെ വഴി ചൊല്ലി വലിയ പ്രൊസഷൻ ഈ തടവറയുടെ ഉള്ളിൽ അനുവദനീയമായ സ്ഥലത്ത് നമ്മൾ നടത്താറുണ്ട്. അതുപോലെ ഈസ്റ്ററിൻ്റെ തിരുക്കർമ്മങ്ങൾ പാതിരാ സമയത്ത് നമുക്ക് നടത്താൻ പറ്റിയില്ലെങ്കിലും ഞായറാഴ്ച രാവിലെ പോയിട്ട് നമ്മളതും ചെയ്യാറുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടി എല്ലാം ഒരുക്കങ്ങളും നടത്തിയിരിക്കുന്ന സമയത്താണ് DGPയുടെ ഈ ഒരു ഓർഡർ വരുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ വിഷമമായി. ഞാനാണെങ്കിൽ ഇപ്പോൾ ഈ POCയിലേക്ക് വന്നതിന് ശേഷം ഇടവകയുടെ ചാർജൊന്നും ഇല്ലാതെയാണ് ഇരിക്കുന്നത്. ഞാൻ അച്ഛനായിട്ട് 23 വർഷത്തോളമായി. അപ്പോൾ എല്ലാ വർഷവും നമുക്ക് 2 പള്ളികളുണ്ടെങ്കിൽ ഈ 2 പള്ളികളിലും കാലുകഴുകൽ ശുശ്രൂഷ നടത്താനുള്ള ചാൻസ് കിട്ടുന്നതാണ്. അങ്ങനെയുള്ള എനിക്ക് POCയിൽ വന്നു കഴിഞ്ഞപ്പോൾ, ഈ തടവറ പ്രേക്ഷിത ശുശ്രൂഷയ്ക്ക് വേണ്ടി നിന്നു കഴിഞ്ഞപ്പോൾ, ഒരു കള്ളൻ്റെ പോലും കാല് കഴുകാൻ കിട്ടാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നത് കണ്ടപ്പോൾ എനിക്ക് വലിയ വിഷമമായി. ഞങ്ങളെല്ലാവരും ശക്തമായിട്ടുള്ള പ്രാർത്ഥനയൊക്കെ നടത്തി. പിന്നീട് നമ്മളുടെ KCBCയുടെ അധ്യക്ഷനായിരിക്കുന്ന ക്ലീമീസ് പിതാവിനോടൊക്കെ പറഞ്ഞ്, ക്ലീമീസ് പിതാവ് നമ്മുടെ പിണറായി വിജയനെ വിളിച്ച് സംസാരിച്ച് എന്തായാലും പെസഹ ബുധനാഴ്ച രാത്രി 9:15 നമുക്ക് ഈ DGPയുടെ ഓർഡർ മെയിലിലൂടെ വീണ്ടും റിന്യൂ ചെയ്ത് കിട്ടി. അങ്ങനെ എല്ലാ ജയിലുകളിലും തന്നെ നമ്മൾ ഏതൊക്കെ ജയിലുകളിൽ ഈ വലിയ ആഴ്ചയിലെ തിരുക്കർമ്മങ്ങൾ നടത്താനായിട്ട് ഉദ്ദേശിച്ചിരുന്നോ ആ എല്ലാ ജയിലുകളിലും നമുക്ക് കൃത്യമായിട്ട് തടവറ ശുശ്രൂഷയിലെ പ്രവർത്തകർക്ക് പോയി ഈ തിരുക്രമങ്ങളൊക്കെ അനുഷ്ഠിക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഞാൻ പോലും അറിയാത്ത ഒരു മുസ്ലിം സഹോദരൻ ഇത് ഒരു എക്സ്ക്ലൂസീവ് ന്യൂസ് ആക്കിയിട്ട് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ആദ്യവും പിന്നീട് മറ്റുള്ള പത്രങ്ങളിലും കൊടുത്തു. വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ചെയ്യാനുള്ള അനുവാദം ഇതാ കേരളത്തിലെ ജയിലുകളിൽ നിഷേധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ന്യൂസ് സോഷ്യൽ മീഡിയയിലും പ്രചരിച്ചു. CNN പോലുള്ള ഇൻ്റർനാഷണൽ ചാനലുകളിൽ പോലും അത് വന്നു. നമ്മുടെ കേരളത്തിലുള്ള നാഷണൽ ചാനലുകളിലും മലയാളം ചാനലുകളിലും ഒക്കെ ഈ ന്യൂസ് വന്നു. സത്യം പറഞ്ഞാൽ ഈ ന്യൂസ് ആരാണ് കൊടുത്തതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. പക്ഷേ DGP പോലും വിചാരിച്ചത് ഞാനാണ് ഈ ന്യൂസുകൾ ഇതുപോലെ സ്പ്രെഡ് ചെയ്തത് എന്നുള്ളതാണ്. കാരണം അത് അനുവാദം കിട്ടിയാൽ ഏറ്റവും ഗുണം എനിക്കാണ്, എൻ്റെ കൂടെയുള്ള പ്രവർത്തകർക്കാണ്. അപ്പം ഞാനാണ് ഇതിൻ്റെ പുറകിലെന്നാണ് ഇയാൾ വിചാരിച്ചത്. അതുകൊണ്ട് ഇയാൾക്ക് എന്നോട് തീർത്താൽ തീരാത്ത പകയായി. അങ്ങനെ ഇയാൾ റൂൾ ബുക്ക് മുഴുവൻ എടുത്ത്, ഈ ജയിൽ റൂൾ ബുക്ക് മുഴുവൻ എടുത്ത് പഠിച്ചു. എവിടെയൊക്കെയാണ് നമുക്ക് അനുവാദമുള്ളത്, എവിടം വരെ അനുവദിക്കാം, എവിടെയൊക്കെ ബ്ലോക്ക് ചെയ്യാം എന്നുള്ളതൊക്കെ അയാൾ കൃത്യമായിട്ട് പഠിച്ച് ഒരു ദിവസം എന്നോട് കാണാൻ വരാൻ പറഞ്ഞു. അപ്പോൾ DIG സാറ് നമ്മുടെ വലിയ സുഹൃത്താണ്. പുള്ളി പറഞ്ഞു, അച്ഛനെ വിളിച്ചിരിക്കുന്നത് അച്ഛന് നല്ല ഡോസ് തരാൻ വേണ്ടിയിട്ടാണ്. കാരണം അച്ഛനാണ് ഈ പത്രമാധ്യമങ്ങളിലൊക്കെ ഈ ന്യൂസ് കൊടുത്തത് എന്നാണ് സാറ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അച്ഛനോട് ഈ കാര്യങ്ങളെ കുറിച്ചുള്ള ക്ലാരിഫിക്കേഷൻ ചോദിക്കാൻ വേണ്ടി കൂടിയാണ് അച്ഛനെ വിളിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ പോയി അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഞാനല്ല ഈ ന്യൂസ് സ്പ്രെഡ് ചെയ്തിട്ടുള്ളത്, ഇത് ആദ്യം തന്നെ വന്നത് ഇന്ത്യൻ എക്സ്പ്രസ്സിലാണ്. അതൊരു എക്സ്ക്ലൂസീവ് ന്യൂസായിട്ടൊരു മുഹമ്മദ് അഷ്റഫ് എന്ന് പറയുന്നൊരു സഹോദരനാണ് കൊടുത്തിരിക്കുന്നത്. അയാൾ എന്തൊക്കെയോ സ്റ്റഡി നടത്തിയിട്ട് അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് അടക്കമുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ചൂട് പിടിച്ചുകൊണ്ടാണ് മറ്റുള്ള പത്രങ്ങളിലേക്ക് ഇത് പോയത്. അല്ലാതെ ഞാൻ ഈ ന്യൂസ് ഒരു സ്ഥലത്തും പോസ്റ്റ് ചെയ്തിട്ടില്ല. സാറ് വേണമെങ്കിൽ അന്വേഷിച്ചോ. വിപരീതമായിട്ടുള്ളത് എന്തെങ്കിലും കാണുവാണെങ്കിൽ സാറ് പറയുന്ന ശിക്ഷ ഞാൻ സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞു. പക്ഷേ പുള്ളിക്ക് അങ്ങനൊന്നും കണ്ടെത്താനായിട്ട് പറ്റിയില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, തടവറ പ്രേക്ഷിത ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ
തമ്പുരാൻ നമ്മൾ പോലും അറിയാത്ത വ്യക്തികളിലൂടെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു അനുഭവമാണ് എനിക്ക് ഈ സംഭവത്തിലൂടെ ഉണ്ടായത്. അതിനുശേഷം അയാൾ തന്നെ, അപ്പോൾ എനിക്ക് പോലും സംശയം ഉണ്ടായിരുന്നു, നമുക്ക് കുർബാനയൊക്കെ ചെല്ലാൻ ശരിക്കും ജയിലിൽ അനുവാദം ഉണ്ടോ എന്നൊക്കെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. കാരണം കുർബാന അർപ്പിക്കപ്പെടുന്ന എല്ലാ ജയിലുകളിലും തന്നെ കുമ്പസാരം നടക്കുന്നുണ്ട്. അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ കാഴ്ചയാണ്. കുമ്പസാരം ശരിക്കും നമ്മുടെ പള്ളികളിൽ നടക്കുന്നത് പോലെ അച്ഛൻ അവിടെ പോയിരിക്കുന്നു, ഒരു ചെയറിലിരിക്കുന്നു, ഓരോരുത്തരും അച്ഛൻ്റെ അടുത്ത് വന്ന് മുട്ടുകുത്തി ചെവിട്ടിലാണ് പാപം പറയുന്നത്. നമ്മൾ ഇടവക പള്ളികളിൽ എങ്ങനെ ചെയ്യുന്നു അതുപോലെ തന്നെ. എന്നാൽ ജയിലിൻ്റെ ഒരു പ്രത്യേകത, ജയിലിൻ്റെ നിയമം അനുസരിച്ച് ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോട് സംസാരിക്കണമെങ്കിൽ പോലും ഇതുപോലുള്ളൊരു ജനലിൻ്റെ അപ്പുറത്ത് 3 അടി അകലത്തിൽ നിൽക്കണം. ഈ ജനലിൻ്റെ അവിടുന്ന് 3 അടി അകലത്തിൽ ഇവ നിൽക്കും. നല്ല ഉറക്കെ 6 അടി അകലത്തിൽ നിൽക്കുന്ന ആളോട് അത് കേൾക്കണമെങ്കിൽ എത്ര ഉറക്കെ പറയണോ അത്രയും ഉറക്കെ സംസാരിക്കണം. തൊട്ടടുത്തൊരു വാർഡന് നിൽക്കുന്നുണ്ടാവും. ഒരു പ്രൈവറ്റ് മാറ്ററും സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും പോലും സ്വകാര്യത നഷ്ടപ്പെടുന്ന രീതിയിലേ സംസാരിക്കാൻ അനുവാദം കിട്ടൂ എന്നുള്ള തടവറയിലാണ് നമ്മൾ അച്ഛന്മാർ പോയിട്ടിരുന്ന് കുമ്പസാരം കേൾക്കുന്നത്. അതൊക്കെ എനിക്ക് വലിയ അത്ഭുതമായിരുന്നു. പക്ഷേ ഇങ്ങനൊരു വിഷയം ഉണ്ടായപ്പോൾ എന്ത് സംഭവിച്ചു എന്നറിയോ? കൃത്യമായിട്ട് ഈ ജയിൽ നിയമങ്ങളിൽ എന്താണോ പറയുന്നതെന്നുള്ളത് പഠിക്കാനായിട്ട് പറ്റി. DGP പഠിച്ചു, DGP എന്നെ പഠിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ ഒരു തടസ്സവും ഒരു അധികാരിക്കും സൃഷ്ടിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ DGPക്ക് പോലും വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ തടയാനായിട്ട് പറ്റില്ല എന്നുള്ളത് എനിക്കൊരു പുതിയ തിരിച്ചറിവായിരുന്നു. അത് മാത്രമല്ല, അനുവാദം കിട്ടുന്നതിനനുസരിച്ച് സൈക്കോളജിക്കൽ കൗൺസിലിംഗ് നടത്താനായിട്ട്, പ്രൊഫഷണൽ കൗൺസിലിംഗ് നടത്താനായിട്ട്, സ്പിരിച്വൽ കൗൺസിലിംഗ് അല്ല എന്ന് പറയാൻ കാരണം നമ്മൾ കാണുന്നത് സംസാരിക്കുന്നത് കത്തോലിക്കരെ മാത്രമല്ല, ക്രിസ്ത്യാനികളെ മാത്രമല്ല, പല മതത്തിൽപ്പെട്ടവരും വരും നമ്മളെ കാണാനും സംസാരിക്കാനും കൗൺസിലിങ്ങിനൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും സ്വീകാര്യമാകുന്ന മെത്തേഡിൽ വേണം കൗൺസിലിംഗ് പോകാനായിട്ട്. അതുകൊണ്ട് മനഃശാസ്ത്രപരമായ പ്രൊഫഷണൽ കൗൺസിലിംഗ് ആണ് ജയിലിനകത്ത് അനുവാദമുള്ളൂ. അത് നമ്മൾ നടത്തുന്നുണ്ട്. നമ്മളുടെ തന്നെ സൈക്കോളജി പഠിച്ചിട്ടുള്ള ഇഷ്ടംപോലെ സിസ്റ്റേഴ്സ് ഉണ്ട്, അൽമായരുണ്ട്. അപ്പോൾ ഇവരാണ് പോയിട്ട് കൗൺസിലിംഗ് ഒക്കെ നടത്തുന്നത്. ഇപ്പോൾ ആലുവ ജയിലിലൊക്കെ നമുക്ക് എല്ലാ വ്യാഴാഴ്ചയും 2 പേർക്ക് വീതം അനുവാദമുണ്ട്. കാക്കനാട് ജയിലിൽ ആഴ്ചയിൽ 3 തവണ 2 പേർക്ക് വീതം അനുവാദം കിട്ടുന്നുണ്ട്. ഈ എറണാകുളം സോണിലൊക്കെ സൈക്കാട്രിസ്റ്റായിട്ട് റിട്ടയർ ചെയ്തിട്ടുള്ള ഒരു ഡോക്ടർ പോലും നമ്മളെ സഹായിക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് പെർമിഷൻ കിട്ടാനായിട്ടും വളരെ എളുപ്പമാണ്. പിന്നെ അനുവാദം കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ ചില മോട്ടിവേഷണൽ ടോക്കുകൾ അവർക്ക് കൊടുക്കും. സാൻമാർഗിക അവബോധം കിട്ടുന്ന രീതിയിലുള്ള കലാപരിപാടികൾ അവതരിപ്പിക്കും. അവരുടെ മനസ്സിന് ഒരു സന്തോഷം വരുന്ന രീതിയിൽ, എപ്പോഴും ഈ ടെൻഷൻ പിടിച്ച് അവരുടേതായ ഒരു ലോകത്തിലിരിക്കുന്നത്. അപ്പം അതിൽ നിന്നൊക്കെ ഒരു വിടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ ചില സ്കൂളുകളിൽ നിന്നൊക്കെ 5-6 കുട്ടികളെയൊക്കെ കൂടെ കൊണ്ടുപോയി കലാപരിപാടികളൊക്കെ അവതരിപ്പിച്ച് അവരുടെ മനസ്സിൻ്റെ ആ ചൂട് ഒന്ന് കുറയാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ നമ്മൾ ചെയ്യും. അതിനുശേഷം ഒരു പ്രാർത്ഥനയൊക്കെ നടത്തിയിട്ടാണ് നമ്മൾ സാധാരണഗതിയിൽ ജയിലുകളിൽ നിന്ന് തിരിച്ചു വരുന്നത്. കത്തോലിക്കരുള്ള ജയിലുകളിൽ ഇപ്പോൾ എറണാകുളം, അതുപോലെ കാക്കനാട്, ആലുവ, തൃശ്ശൂർ സെൻട്രൽ ജയില്, തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയില്, ഓപ്പൺ ജയില്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എല്ലാ ഞായറാഴ്ചയും കുർബാന നടക്കുന്നുണ്ട്. അതിനുള്ള അനുവാദമൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 300ഓളം വോളണ്ടിയേഴ്സ് ഉണ്ട് നമുക്ക് ജീസസ് ഫ്രട്ടേണിറ്റിയിൽ കേരളത്തിൽ മാത്രം. ഒരിക്കൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ വിസിറ്റ് നടത്തിയ സമയത്ത് അവിടെയുള്ള ഒരു തടവ് പുള്ളി കരഞ്ഞുകൊണ്ട് ഈ അച്ഛന്മാരോട് ചോദിച്ചു അത്രേ, ഞങ്ങൾക്ക് നന്നാവണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്, പക്ഷെ ഞങ്ങൾ ഈ ശിക്ഷ പൂർത്തിയാക്കി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ സ്റ്റേഷനിലേക്ക് റിപ്പോർട്ട് ചെല്ലും, ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, റിലീസ്ഡായി എന്ന് പറഞ്ഞു. ഉടനെ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും പോലീസുകാർ വന്ന് ഞങ്ങൾ വീണ്ടും അറസ്റ്റ് ചെയ്യാണ്. ഒരുപക്ഷെ ഞങ്ങൾ തടവറയിലായിരുന്ന സമയത്ത് ആ നാട്ടിൽ നടന്നിട്ടുള്ള എന്തെങ്കിലും കുറ്റകൃത്യങ്ങളുണ്ടെങ്കിൽ അതുപോലും ഞങ്ങളുടെ മേൽ കെട്ടിവെച്ച് ഞങ്ങളെ വീണ്ടും ജയിലിൽ അടയ്ക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ ഒന്ന് രക്ഷിക്കാൻ പറ്റുമോ? ഞങ്ങളെ ഒന്ന് രക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വഴി
തുറന്നു തരാൻ പറ്റുമോ? ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു തെറ്റ് പറ്റിപ്പോയി എന്നുള്ളത് ശരിയാണ്, പക്ഷേ അതിൻ്റെ പേരിൽ പിന്നീട് അങ്ങോട്ട് ചെയ്യാത്ത കുറ്റങ്ങൾ പോലും തലയിൽ കെട്ടിവെക്കപ്പെട്ട് ജീവിതം മുഴുവൻ ജയിലിനകത്തായി പോകുന്ന സാഹചര്യമുണ്ട് എന്നവർ പറഞ്ഞു. അങ്ങനെയുള്ള ജയിലിലുള്ള മക്കൾക്ക് വേണ്ടി കത്തോലിക്ക സഭ ആരംഭിച്ച പ്രസ്ഥാനമാണ് സ്നേഹാശ്രമങ്ങൾ എന്നുള്ള പേരിൽ പുനരധിവാസ കേന്ദ്രങ്ങൾ. ജയിലിൽ നിന്ന് ശിക്ഷ കഴിഞ്ഞോ പരോളിലോ അല്ലെങ്കിൽ ജാമ്യത്തിലോ ഒക്കെ ഇറങ്ങുന്ന വ്യക്തികൾക്ക് നേരെ അവരുടെ വീട്ടിലേക്കോ നാട്ടിലേക്കോ ചിലപ്പോൾ പോകാൻ പറ്റാത്ത സാഹചര്യമായിരിക്കും. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിലുള്ളവർക്ക് നമ്മുടെ ഈ പുനരധിവാസ കേന്ദ്രത്തിൽ വന്ന് താമസിക്കാം. ശിക്ഷ കഴിഞ്ഞിറങ്ങിയിട്ടുള്ള ആളാണെങ്കിൽ ഒരു 6 മാസത്തോളം അവിടെ ഫ്രീ ആയിട്ട് താമസിച്ചതിന് ശേഷം വീടുമായിട്ട് രമ്യപ്പെട്ട് നാടുമായിട്ടൊന്ന് ഇണക്കി ചേർത്ത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അവിടെ തന്നെ സെറ്റിലാവാൻ പറ്റുമെങ്കിൽ നമ്മൾ അങ്ങനെ ആക്കി വിടും. ഇനി ജോലിയും പണിയൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഈ എറണാകുളം ഭാഗത്തോ അല്ലെങ്കിൽ തൃശ്ശൂർ ഭാഗത്തോ എവിടെയെങ്കിലും ഇവർക്ക് അവരുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ജോലി നമ്മളുടെ കെയർ ഓഫിൽ വാങ്ങി നൽകി അവരെ സ്റ്റേബിൾ ആക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. ഈ രീതിയിൽ റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സിലൂടെ കടന്നുപോയി ഇന്ന് നല്ല കുടുംബജീവിതം നയിക്കുന്ന ഒരു 42ഓളം കുടുംബങ്ങൾ നമുക്ക് ഈ എറണാകുളം പട്ടണത്തിൽ തന്നെ ഇന്നുണ്ട്. 38ഓളം ഭവനങ്ങൾ തൃശ്ശൂർ ജില്ലയിലുണ്ട്. 52 വീടുകൾ തിരുവനന്തപുരത്തുണ്ട്. 1991 നമ്മൾ ആദ്യത്തെ സ്നേഹാശ്രമം ആരംഭിച്ചത്. അത് തൃശ്ശൂർ ജില്ലയിലെ വെട്ടുകാട് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അത് കഴിഞ്ഞ് 1 വർഷം കഴിയുമ്പോഴത്തേക്കും ഇതുപോലുള്ള സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് തിരുവനന്തപുരത്ത് മൺവിള എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സ്നേഹാശ്രമം പുനരധിവാസ കേന്ദ്രം ആരംഭിച്ചു. ഇന്ന് തൃശ്ശൂർ വെട്ടുകാട് സ്നേഹാശ്രമത്തിൽ 21 പേരുണ്ട്. ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുള്ളവർ 21 പേര്, പല പ്രായക്കാർ 21 പേര് അവിടെയുണ്ട്. അതുപോലെ മൺവിള സ്നേഹാശ്രമത്തിൽ ഇപ്പോൾ 2 സ്ത്രീകളാണ് ഉള്ളത്. അവരുടെ എല്ലാ ആവശ്യങ്ങളും നമ്മളാണ് നിറവേറ്റി കൊടുക്കുന്നത്. ഇനി വിവാഹപ്രായം എത്തിയിട്ടും വിവാഹം കഴിക്കാൻ പറ്റാതെ പോയ കുറേ മക്കളെ നമ്മൾ ചേർത്ത് പിടിച്ച് അവർക്ക് അനുയോജ്യരായ വധുവരന്മാരെ ചിലപ്പോൾ കണ്ടെത്തി അവരുടെ വിവാഹം നടത്തി കൊടുത്ത് ഒരു കുടുംബമാക്കി അവരെ ജീവിക്കാനായിട്ടുള്ള സാഹചര്യത്തിലേക്ക് നമ്മൾ ഇറക്കി വിട്ടിട്ടുണ്ട്. ഇത്രയും മനോഹരമായ ശുശ്രൂഷ ഇന്ന് കത്തോലിക്ക സഭയിൽ നടക്കുന്നത് നമ്മളിൽ എത്ര പേർക്ക് അറിയും? അല്ലെങ്കിൽ നമ്മളെ വിമർശിക്കുന്ന ആർക്കെങ്കിലും ഈ ഒരു ശുശ്രൂഷ ഏറ്റെടുത്ത് നടത്താനുള്ള ചങ്കൂറ്റം ഉണ്ടാവുമോ? 1995 ആവുമ്പോഴത്തേക്കും കോട്ടയം ജില്ലയിൽ ഇഞ്ചിയാനി എന്ന് പറയുന്ന സ്ഥലത്ത്, കാഞ്ഞിരപ്പള്ളി രൂപതയുടെ ഭാഗമാണത്, ഇഞ്ചിയാനി എന്ന് പറയുന്ന സ്ഥലത്ത് കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്നേഹാശ്രമം നമ്മൾ ആരംഭിച്ചു. അപ്പോൾ 3 സ്നേഹാശ്രമങ്ങൾ നമ്മൾ നേരിട്ട് നടത്തുന്നുണ്ട്. അതുകൂടാതെ ചില സിസ്റ്റേഴ്സും ചില അച്ഛന്മാരുടെ കോൺഗ്രിഗേഷൻസും നേതൃത്വം നൽകുന്ന ഇതുപോലുള്ള പുനരധിവാസ കേന്ദ്രങ്ങളുണ്ട്. 6 മാസം നമ്മൾ തൃശ്ശൂർ വെട്ടുകാട് നിർത്തും. അവിടെ ഓക്കെ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ അടുത്ത 6 മാസത്തേക്ക് നമ്മൾ എറണാകുളത്ത് അതിൻ്റെ ഒരു സെക്കൻഡ് സ്റ്റേജ് ഉണ്ട്. ക്ലരീഷ്യൻ അച്ഛന്മാരുടെ ഒരു സ്ഥാപനമാണ് എറണാകുളത്ത് പത്തടിപ്പാലം എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ കൊണ്ട് നിർത്തും. അവിടെ വെച്ച് ഇവർക്ക് ജോലി, എറണാകുളത്ത് നമുക്ക് ജോലി വാങ്ങി നൽകാനായിട്ടൊരു പ്രയാസമില്ല. അപ്പോൾ അവിടെ അവർ താമസിച്ച് ജോലിക്ക് പോവും. അങ്ങനെ അവരുടേതായ രീതിയിൽ ഒരു ഫാമിലി സെറ്റിൽമെൻറ്റൊക്കെ ആക്കി അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ ഈ കൊടും കുറ്റവാളികളല്ല ഇവർ നന്നാവോ എന്നുള്ള ചോദ്യത്തിന് നമുക്കുള്ള ഉത്തരം ഇത്രയും വർഷത്തെ നമ്മളുടെ പരിശ്രമം കൊണ്ട് ഇന്ന് നല്ല രീതിയിൽ കുടുംബം പുലർത്തുന്ന ഈ വ്യക്തികളുടെ ജീവിതമാണ് നമുക്ക് അതിനുള്ള തെളിവ് എന്ന് പറയുന്നത്. അപ്പോൾ ഏത് മനുഷ്യൻ്റെ ജീവിതത്തിലും എപ്പോൾ വേണമെങ്കിലും തിന്മകൾ സംഭവിക്കാം. വൈദികരുടെ ജീവിതത്തിൽ പോലും തിന്മകൾ സംഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് കേരളത്തിൽ 3 വൈദികർ ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും പ്രാർത്ഥനയും അതുപോലെ പരിശീലനവും ഒക്കെ ലഭിച്ച ആ വ്യക്തികളുടെ ജീവിതത്തിൽ വീഴ്ചകൾ സംഭവിക്കാമെങ്കിൽ സാധാരണ മനുഷ്യരുടെ കാര്യം പറയാനുണ്ടോ? അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ
ഒരു കുറവും നമുക്കുണ്ടായിട്ടില്ല, ഒരു കുറ്റവും നമുക്ക് ദൈവാനുഗ്രഹവും കൊണ്ട് സംഭവിച്ചിട്ടില്ല എന്ന് വിചാരിച്ച് നാളെ എൻ്റെ ജീവിതത്തിൽ ഇതൊന്നും എന്നെ ബാധിക്കുന്ന രീതിയിൽ ഉണ്ടാകില്ല എന്ന് ചിന്തിക്കരുത്. ഞാനിപ്പോൾ ജയിലിലൊക്കെ ചെല്ലുമ്പോൾ ഒരു 40% പേര് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലത്തെ കൊടും കുറ്റവാളികൾ എന്ന് വേണമെങ്കിൽ പറയാവുന്നവരാണ്. എന്ന് പറഞ്ഞാൽ ഒരു കുറ്റകൃത്യം ചെയ്തു, അതിന് ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും അടുത്ത കുറ്റകൃത്യം ചെയ്ത് സ്ഥിരമായിട്ട് ജയിലിൽ തന്നെ ആയി പോകുന്ന വ്യക്തികളുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അവർ നന്നാവുമോ എന്ന് ചോദിച്ചാൽ അത് ദൈവത്തിന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെ കൊടും കുറ്റവാളികളായിട്ട് കൊടും ക്രൂരതകൾ ചെയ്തിരുന്ന വ്യക്തികൾ പോലും നന്നായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് ഒരു മനുഷ്യനും നന്നാവില്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഒരു സഹോദരനെ കുറിച്ച് പോലും നമുക്ക് വിധി പ്രസ്താവനകൾ നടത്താനായിട്ട് പറ്റില്ല. നിങ്ങൾ ആരെയും വിധിക്കരുത്. നിങ്ങൾ ആത്മീയ മനുഷ്യനായതുകൊണ്ട് സൗമ്യതയോടുകൂടി അവനെ വീണ്ടെടുക്കുവിൻ എന്നാണ് ലേഖനത്തിൽ പൗലോസ്ലീഹ നമുക്ക് നൽകുന്ന ഉദ്ബോധനം. അപ്പം അതുകൊണ്ട് ആരെയും എഴുതിത്തള്ളാൻ നമുക്ക് പറ്റില്ല. ആലപ്പുഴയെ കിടുകിട വിറപ്പിച്ച ആൽബിൻ ഇന്ന് 178ഓളം മാനസിക രോഗികൾ, തെരുവിലൂടെ അലഞ്ഞു നടക്കുന്ന മാനസിക രോഗികളെ എടുത്ത് വളർത്തുന്ന ഒരു വലിയ അഭയ കേന്ദ്രം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 2 ആഴ്ച മുൻപ് ഞാൻ ഈ ആൽബിനെ പോയി കണ്ടിരുന്നു. ഏകദേശം ഒരു 3/4 മണിക്കൂർ സമയം ഞാൻ ഇദ്ദേഹമായിട്ട് സംസാരിച്ചു. ഒരു കാലഘട്ടത്തിൽ ഇവനെ ഇറച്ചി ആൽബിൻ എന്നാണ് ഇവൻ അറിയപ്പെടുന്നത്. ഒരു പക്ഷെ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, ഈ പുന്നപ്രയിലാണ് ഇവൻ്റെ ആശ്രമം, ഈ ചേട്ടൻ്റെ ആശ്രമം ഉള്ളത്. അതായത് ഇറച്ചി വെട്ടുന്നത് എങ്ങനെയാണോ അതുപോലെ കുരുകുരാന്ന് പറഞ്ഞിട്ട് മനുഷ്യനെ പച്ചയോടെ വെട്ടിയിരുന്ന മനുഷ്യനാണ് ഈ ഇറച്ചി ആൽബിൻ. ഒരു കാലഘട്ടത്തിൽ ആലപ്പുഴ ജില്ലയിലെ പോലീസിന് വലിയ തലവേദനയായിരുന്ന, സാധാരണ ജനങ്ങളുടെ സ്വൈര്യം കെടുത്തിയിരുന്ന വലിയ കുപ്രസിദ്ധനായൊരു മനുഷ്യൻ. പക്ഷേ അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു ടേണിംഗ് പോയിന്റിൽ, ഒരു നിർണായക നിമിഷത്തിൽ അവൻ ദൈവത്തെ കണ്ടെത്തുന്നു. അവൻ്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളൊക്കെ മനസ്സിലാക്കുന്നു. ആത്മാർത്ഥമായി അത് ജഡ്ജിയുടെ മുമ്പിൽ ഏറ്റുപറയുന്നു. കുതികാല് ഇവൻ്റെ എതിർ പാർട്ടികൾ വെട്ടിക്കളഞ്ഞു. ഇനി നടക്കരുത്, പാമ്പിനെ പോലെ എഴയാനേ പാടുള്ളൂ, ഇനി നേരെ നിന്ന് അടുത്തൊരാളെ വെട്ടാനായിട്ട് ഇവന് കെൽപ്പുണ്ടാകരുത് എന്ന് വിചാരിച്ചിട്ടാണ് അവരങ്ങനെ കുതികാല് തന്നെ വെട്ടിയത്. 2 കാലിൻ്റെയും വെട്ടി. എന്നിട്ട് ഇവനെ കോടതിയിലൊക്കെ ഹാജരാക്കിയിരുന്നത് സ്ട്രക്ചറിൽ പോലീസുകാരെടുത്തിട്ടാണ്. അപ്പം അങ്ങനെയുള്ളൊരു കഥാപാത്രത്തെ ജയിലിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ജയിലിലുള്ളവർക്കും വലിയ പണിയാണെന്ന് ജഡ്ജിക്ക് മനസ്സിലായതുകൊണ്ട് വീട്ടിൽ കിടന്നാൽ മതി എന്ന് പറഞ്ഞു. കാരണം ഇവൻ എവിടെ കിടന്നാലും ജീവിതം പോയി എന്നാണ് അവർ കണക്കൂട്ടിയത്. പക്ഷെ മെഡിക്കൽ സയൻസിനെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആൽബിൻ ഇന്ന് ഈ കുതിഞരമ്പ് വെട്ടപ്പെട്ട 2 കാലിലും എഴുന്നേറ്റ് നിന്ന് ഈ 178 മാനസിക രോഗികളെ രാവിലെ എഴുന്നേറ്റ് കുളിപ്പിച്ച് ശുചിയാക്കി അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ചിലർക്ക് വായിൽ വെച്ച് കൊടുക്കണം. അതൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ആ മനുഷ്യൻ എന്തുമാത്രം മാറി എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇതാണ് മനുഷ്യൻ്റെ മനസ്സിലേക്ക് ആത്മാവിൻ്റെ ജ്വലനം വന്നു കഴിഞ്ഞാൽ എത്ര കുറ്റവാളിയായിരുന്ന ആൾക്ക് പോലും വിശുദ്ധനാകാനായിട്ട് സാധിക്കും. നമ്മുടെ കത്തോലിക്ക സഭയിലെ വേദപാരംഗതനായ അഗസ്തീനോസിൻ്റെ പോലും ജീവിതം അതല്ലേ. ഒരു കാലഘട്ടത്തിൽ പാപത്തിൻ്റെ പടുകുഴിയിൽ വീണ് ജീവിച്ച മനുഷ്യനാണ്. പക്ഷേ ആ മനുഷ്യന് കത്തോലിക്ക സഭയിലെ ഒരു വിശുദ്ധനോളം വളരാനായിട്ട് സാധിച്ചു എന്ന് പറഞ്ഞാൽ അതൊക്കെ മനുഷ്യരുടെ മുമ്പിലുള്ള വലിയ സാധ്യതകൾ തന്നെയാണ് തുറന്നു കാട്ടുന്നത്. അപ്പം അതുകൊണ്ട് ഈ കൊടും കുറ്റവാളികളായിട്ട് നമ്മൾ കരുതുന്ന വ്യക്തികൾ പോലും നന്നാവാം, മാനസാന്തരപ്പെടാം. അതിനുള്ള ഉദാഹരണമാണ് ഈ പുന്നപ്രയിലുള്ള ആൽബിൻ എന്ന് പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പേര് പെട്ടെന്ന് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഇതുപോലുള്ള ഇഷ്ടം പോലെ മനുഷ്യർ തിരുവനന്തപുരംകാരും കണ്ണൂരുകാരും ഒക്കെ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. അപ്പോൾ ഇവരൊക്കെ നന്നാവും, ഇവർക്കൊരു ചാൻസ് കൊടുത്താൽ മതി. ചില സാഹചര്യങ്ങളിലാണ് ചില മനുഷ്യരൊക്കെ ഇങ്ങനെ പെട്ടുപോകുന്നത്. ഇനി 40% പേര് കൊടും കുറ്റവാളികളാണെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഉദ്ദേശിച്ചത് ആവർത്തിച്ച് കുറ്റകൃത്യങ്ങളിൽ പെട്ടുപോകുന്നവർ. ഇനി അടുത്തൊരു 40% എന്ന് പറഞ്ഞാലുണ്ടല്ലോ നമ്മളെപ്പോലെ സാധാരണ മനുഷ്യരാ. കൊടും കുറ്റവാളി എന്നുള്ള ബോർഡോടുകൂടി ജനിച്ചവരൊന്നും ആരുമില്ല. ജീവിതത്തിൻ്റെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എടുത്തു പോകുന്ന തീരുമാനങ്ങൾ പാളുമ്പോഴാണ് അവരൊക്കെ കുറ്റകൃത്യങ്ങളിൽ അകപ്പെട്ടു പോകുന്നത്. അവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവരും പറയുന്നൊരു കാര്യം ഇതാ, അച്ഛാ പെട്ടുപോയതാ, ആഗ്രഹിച്ച് ചെയ്തതല്ല. ഒരുമിച്ച് ജോലി ചെയ്യുന്ന 2 പേര് ഒരുമിച്ച് ബാറിൽ പോയിട്ട്
കുടിച്ച് എന്തൊക്കെയോ ചില വിഷയങ്ങൾ സംസാരിച്ചപ്പോൾ ഇവർ ഇച്ചിരി ഉന്തും തള്ളുമായി. ആദ്യം കയർത്ത് സംസാരിച്ചു, അത് കഴിഞ്ഞ് ഉന്തും തള്ളുമായി. ഒരുത്തൻ അടുത്തവനെ പിടിച്ച് ശക്തമായൊരു തള്ളു തള്ളി. അവനും കുടിച്ചിട്ടല്ല നിൽക്കുന്നത്, അവനും കാലുറച്ചില്ല. അവൻ മലർന്നടിച്ചു വീണു, തല പോയിട്ടൊരു കല്ലിലടിച്ചു, മെഡുലോംപ്ലങ്ങേറ്റ് തകർന്നു, സ്പോട്ടിൽ ആൾ മരിച്ചു. ഒരുമിച്ച് ഒരു ദിവസം മുഴുവൻ പണിയെടുത്ത് ആ പണിയെടുത്തതിൻ്റെ ക്ഷീണം മാറ്റാനായി ഒരുമിച്ച് ബാറിൽ വന്ന് കുടിക്കുന്ന സമയത്തോ കുടിച്ച് വേറെ ലോക കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയ സമയത്തോ ഈ മുമ്പിലിരിക്കുന്നവനെ കൊല്ലണമെന്ന് ഇവൻ ചിന്തിച്ചിരുന്നോ? ചിന്തിച്ചിട്ടില്ല. അത് ഞാൻ പറഞ്ഞ ചില കുറ്റകൃത്യങ്ങൾ ഒരു നിമിഷ നേരം കൊണ്ട് സംഭവിച്ചു പോകുന്നതാണ്. പ്ലാൻഡായിട്ട് മനുഷ്യൻ ചെയ്യുന്നതല്ല. അങ്ങനത്തെ കാര്യങ്ങളുണ്ട്, അത് വേറെ. പക്ഷേ ഇങ്ങനെയുള്ള കേസുകളുണ്ട്. അതുപോലെ എത്ര ബിസിനസ്സുകാരാണ് നമ്മൾ ഈ ചെക്ക് കൊടുക്കുമല്ലോ, ബിസിനസ് നടത്തുന്നവർക്കറിയാം. ചില കണക്കുകൂട്ടലുകളൊക്കെ നോക്കിയിട്ടാണ് ഈ ചെക്കുകളൊക്കെ എഴുതി കൊടുക്കുന്നത്. ഉദ്ദേശിച്ച പോലെ ക്യാഷ് എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നില്ലെങ്കിൽ ഞാൻ കൊടുത്ത ചെക്കൊക്കെ എന്തായി? വണ്ടി ചെക്കായി. ചീറ്റിംഗ് കേസാണ്. 3 പ്രാവശ്യത്തെ വാണിംഗ്, 4ാമത്തെ പ്രാവശ്യം അറസ്റ്റാണ്. ജയിലിൽ പോയി കിടന്നാൽ പിന്നെ ജാമ്യം കിട്ടില്ല. ഈ തുക അടച്ചതിന് ശേഷം മാത്രമേ ജാമ്യാപേക്ഷ പോലും പരിഗണിക്കുകയുള്ളൂ. ഒരു കാലഘട്ടത്തിൽ ഞാൻ സെമിനാരി കാലഘട്ടം തൊട്ട് ഈ ജയിലിലെ ശുശ്രൂഷകൾക്ക് പോയിക്കൊണ്ടിരുന്ന ആളാണ്. ഇപ്പം ഇത്രയും വർഷങ്ങളായില്ലേ. അപ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് മധ്യവയസ്കരായിട്ടുള്ള ആൾക്കാർ പോക്കറ്റടി, ചെറിയ മോഷണം, അങ്ങനെയൊക്കെയുള്ള കേസുകളിൽ പെട്ട് മധ്യവയസ്കരൊക്കെയാണ് കുറേയേറെ പേര് ഇതിനകത്തുണ്ടായിരുന്നത്. ഒരു മാസം മാക്സിമം, അതിൻ്റെ ഉള്ളിൽ അവർക്ക് ജാമ്യം കിട്ടി, അവരങ്ങ് ഇറങ്ങിപ്പോവും. അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇന്ന് ജയിലുകളിൽ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ അത്ഭുതം പെടും. കാരണം ഏതാണ്ട് യുവജനങ്ങളുടെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയ പ്രതീതിയാണ് ഇന്ന് കേരളത്തിലുള്ള ഏത് ജയിലിൽ ചെന്നാലും. അത്രമാത്രം യുവജനങ്ങൾ, യുവതി യുവാക്കൾ, ആണുങ്ങൾ മാത്രമല്ല, നല്ല കുടുംബത്തിൽ പിറന്ന പെൺകുട്ടികൾ പോലും ചില ട്രാപ്പിൽ പെട്ടിട്ട്, പ്രത്യേകിച്ച് നാർക്കോട്ടിക് കേസുമായിട്ട് ബന്ധപ്പെട്ട ചില കേസുകളിൽ പെട്ടിട്ട് ഇതിനകത്ത് ആയി പോകുന്നുണ്ട്. ബാംഗ്ലൂർ പഠിക്കാൻ വിട്ട കുട്ടിയെ പോലീസ് ഒരു ഹോട്ടൽ മുറിയിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നു. ഇവളും ഇവളുടെ വേറൊരു മതത്തിൽപ്പെട്ട ഇവളുടെ കൂട്ടുകാരനും ആ മുറിയിലുണ്ട്. മുറി പരിശോധിക്കുമ്പോൾ MDMAയുടെ പാക്കറ്റുകൾ ഇവരുടെ മുറിയിൽ നിന്ന് ലഭിക്കുന്നു. ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് ഇവളുടെ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ മാതാപിതാക്കൾ നെഞ്ച് തകരുന്ന രീതിയിൽ കരയുകയാണ്. കാരണം ഇവളെ നേഴ്സിംഗ് പഠിപ്പിക്കാൻ പറ്റിയിട്ടുള്ളതാണ്. ഈ പെൺകുട്ടി മാംഗ്ലൂരാണെന്നാണ് മാതാപിതാക്കളുടെ വിചാരം. കഴിഞ്ഞ 3 മാസമായിട്ട് ഈ കുട്ടി മാംഗ്ലൂരാണെന്നും പറഞ്ഞ് വിളിക്കുന്നത് എറണാകുളത്തുള്ള ഈ ഹോട്ടലിൽ നിന്നാണ്, അപ്പാർട്ട്മെൻറ്റിൽ നിന്നാണെന്ന് ഈ പാവം മാതാപിതാക്കൾ ഒട്ടും അറിഞ്ഞില്ല. അവസാനം പോലീസ് വിളിച്ചു വരുത്തി ഇതേ മകളുടെ മുറിയിൽ നിന്ന് ഇന്ന കൂട്ടുകാരനോട് കൂടെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്, MDMA കൈവശം വെച്ചു എന്നുള്ള കുറ്റമാണ് എന്ന് പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അമ്മമാരൊക്കെ മോഹാലസ്യപ്പെട്ട് വീഴുന്ന കാഴ്ചകൾ ഇന്ന് നമ്മുടെ സ്റ്റേഷൻ്റെ മുറികളിൽ പലപ്പോഴും നടക്കുന്നുണ്ട്. എല്ലാ കേസും നമ്മുടെ പത്രമാധ്യമങ്ങളിൽ വരുന്നു പോലുമില്ല. നിങ്ങൾ വായിച്ചില്ല ഇന്നാൾ ഈ ചങ്ങനാശ്ശേരി ഭാഗത്തുള്ള ഒരു പെൺകുട്ടിയെയും ഒരു ചെറുക്കനെയും കൂടെ കാറിൽ പോകുന്ന വഴിയിൽ, ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിയിൽ അറസ്റ്റ് ചെയ്തു പോലീസ്. ഇതൊക്കെ ആരെങ്കിലും ഒറ്റ കൊടുത്തിട്ടായിരിക്കും അറസ്റ്റ് വരുന്നത്. എന്തായാലും അറസ്റ്റ് ചെയ്തു. അവൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ പെൺകുട്ടിയുടെ കയ്യിൽ ഒരു ബാഗുണ്ട്, ഒരു ഹാൻഡ് ബാഗ്. അത് അവൾ മടിയിൽ വെച്ചിരിക്കുകയാണ്. പോലീസ് വന്നു, ഇവരെ പരിശോധിച്ചു. ഈ ബാഗിൽ നിന്ന് 482 ഗ്രാം MDMA പിടിച്ചു. നമുക്കറിയാം മിക്കവാറും അത് ഈ പെൺകുട്ടിക്ക് അത് കൊടുത്തിട്ടുണ്ടാവുക അന്യമതസ്ഥനായ ആ കൂടെയുള്ള യുവാവായിരുന്നിരിക്കും. പക്ഷേ അവൻ കോടതിയിൽ വന്നപ്പോൾ മൊഴി കൊടുത്തത് എങ്ങനെയാണെന്നറിയാമോ? ഈ പെൺകുട്ടിയെ എനിക്കറിയാം, ഈ പെൺകുട്ടിയെ ഞാൻ വിവാഹം കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ഇവളുടെ കയ്യിൽ MDMA ഉള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. ആര് പ്രതിയായി? പെൺകുട്ടി പ്രതിയായി. അവൻ മാപ്പുസാക്ഷിയായി, അവൻ ഇറങ്ങിപ്പോവും. ഇവളുടെ ജീവിതം പോയോ? അതും 482 ഗ്രാമാണ് MDMA. എത്ര ലക്ഷങ്ങൾ വിലമതിക്കുന്ന സാധനമാണെന്നറിയാമോ? അതിൻ്റെ തൂക്കം കൂടുന്നതിനനുസരിച്ച്
ജാമ്യം കിട്ടാനുള്ള സാധ്യതകൾ കുറയും, റിമാൻഡ് കാലാവധി കൂടും. ഇനി നാർക്കോട്ടിക് കേസുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഇപ്പോൾ അറസ്റ്റിലായാൽ അടുത്ത 9 മാസത്തേക്കാണ് റിമാൻഡ്. 14 ദിവസത്തേക്കല്ല, 9 മാസത്തേക്ക്. ഈ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ 9 മാസം ജയിലിൽ കിടന്നുണ്ടാവുക, അവരുടെ അക്കാഡമിക് ഇയർ പോയി, പരീക്ഷ എഴുതാൻ പറ്റാതെയാവും. ജീവനും പോയി ജീവിതവും പോയി എന്ന് പറയുന്നത് പോലത്തെ അവസ്ഥയിൽ കടുത്ത ഡിപ്രഷനിൽ നമ്മുടെ ഒരുപാട് നല്ല കുടുംബങ്ങളിലെ യുവതി യുവാക്കൾ ഇന്ന് തടവറയിലായിരിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ഞാൻ ഈ ശുശ്രൂഷയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ആത്യന്തികമായിട്ട് ഞാൻ പറഞ്ഞു വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മളൊക്കെ കഷ്ടി രക്ഷപ്പെട്ടതാണ്. അതിന് ദൈവത്തോട് നന്ദിയുള്ളവരാകണം. നമ്മുടെ കുടുംബം രക്ഷപ്പെട്ടു പോയതാണ്, അതിന് ദൈവത്തോട് നന്ദി പറയണം. ഇതുപോലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങൾക്ക് ആശ്വാസം കിട്ടാൻ വേണ്ടി, സഹിക്കാനുള്ള ശക്തി കിട്ടാൻ വേണ്ടി, ഞാൻ ഈ പറഞ്ഞ കുട്ടികളുടെയൊക്കെ മാതാപിതാക്കൾ എല്ലാവരും ജീവിച്ചിരിപ്പുണ്ടാവും. എത്ര മാതാപിതാക്കളാണ് ആത്മഹത്യക്ക് പോലും ശ്രമിക്കുന്നതെന്നറിയാമോ? അത്രയും കടുത്ത ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളുടെയൊക്കെ ശക്തമായ പ്രാർത്ഥന ഉയരേണ്ട ഒരു പ്രത്യേക മേഖലയാണ് ഈ തടവറ പ്രേക്ഷിത ശുശ്രൂഷ എന്ന് പറയുന്നത്. നമ്മുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യമായിട്ട് നമ്മളെപ്പോഴും പ്രാർത്ഥനയ്ക്ക് നിയോഗമായിട്ട് വെക്കുന്നത്. നമുക്കെല്ലാവർക്കും കൂടെ ഒരുമിച്ച് ജയിലിനകത്ത് പോകാനായിട്ട് പറ്റിയില്ലെങ്കിലും അവിടുത്തെ സാഹചര്യം ഏകദേശം നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ. ഈ ഗണത്തിൽപ്പെട്ട മനുഷ്യരാണ് ദുഃഖത്തോടുകൂടി, നിലവിളിയോടുകൂടി, നിസ്സഹായരായിട്ട് അതിനകത്തിരിക്കുന്നത്. അവർക്ക് രക്ഷ കിട്ടാൻ വേണ്ടി, അവരുടെ മേൽ ദൈവത്തിൻ്റെ വലിയ കാരുണ്യം കൃപയും വർഷിക്കപ്പെടുന്നതിന് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമേ നമുക്ക് അവരെ രക്ഷപ്പെടുത്താനായിട്ട് പറ്റുള്ളൂ. ജയിലിൽ പോയിട്ട് വലിയൊരു പ്രസംഗം പറഞ്ഞതിൻ്റെ പേരിലൊന്നും അവർക്കത് വലിയ മാനസാന്തരത്തിനുള്ള കാരണമാകണമെന്നില്ല. കൊച്ചു ത്രേസ്യ എന്ന് പറയുന്ന വിശുദ്ധ ഫ്രാൻസിനി എന്ന് പറയുന്ന കൊടും കുറ്റവാളിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവൻ്റെ ആത്മാവിനെ നേടിയത്. ഫ്രാൻസിനിയെ ഒരിക്കൽ പോലും ഈ കൊച്ചു ത്രേസ്യ നേരിട്ട് കണ്ടിട്ടില്ല. പത്രത്തിലൂടെ ഈ കുറ്റവാളിയെക്കുറിച്ചുള്ള വാർത്തകൾ വായിച്ചപ്പോൾ കേട്ട അറിവ് വെച്ച് അവൻ വധശിക്ഷ ഏറ്റുവാങ്ങുന്നതിന് മുൻപ് അവൻ മാനസാന്തരപ്പെടുവാൻ വേണ്ടി ഈ കൊച്ചു ത്രേസ്യ തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സഹനങ്ങളും ദൈവത്തിന് പ്രത്യേകമായ രീതിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഇവളുടെ ത്യാഗത്തോടു കൂടിയുള്ള പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകി. ഇവൻ തൂക്കിലേറ്റപ്പെടാൻ പോകുന്നതിന് മുൻപ് അതുവരെ ജയിൽ ചാപ്പലിനെ കാണാൻ പോലും കൂട്ടാക്കാതിരുന്ന ഫ്രാൻസിനി ആവശ്യപ്പെടുകയാണ്, എനിക്ക് ജയിൽ ചാപ്പലിനെ കാണണം, എനിക്ക് കുമ്പസാരിക്കണം, എനിക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കണം, ക്രൂശിത രൂപം ചുംബിച്ചുകൊണ്ട് എനിക്ക് മരണം വരിക്കണം. അവൻ്റെ ആ അന്തിമ അഭിലാഷം കോടതി അധികൃതർ നടത്തിക്കൊടുത്തു എന്നുള്ള വാർത്തയാണ് പിന്നീട് പത്രത്തിൽ വരുന്നത്. കൊച്ചു ത്രേസ്യ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചു. ഫ്രാൻസിനിയുടെ ആത്മാവിന് ദൈവത്തിൽ നിന്ന് കരുണ ലഭിച്ചിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മളുടെയൊക്കെ വീടിൻ്റെ അകത്തളങ്ങളിൽ ആരും അറിയാതെ നമ്മൾ ഈ തടവറയിലുള്ള മക്കൾക്ക് വേണ്ടി ഒരു കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചാൽ അത് ഒത്തിരിയേറെ ഫലമുണ്ടാക്കും ഈ തടവറയിലായിരിക്കുന്നവരുടെ ജീവിതത്തിൽ. ഞാൻ പറഞ്ഞു 40% പേര് കൊടും കുറ്റവാളികളാണ്, 40% പേര് പെട്ടുപോകുന്നവരാണെന്ന് പറഞ്ഞു. ഇനി ഒരു 20% ഇല്ലേ, അതാരാണെന്നറിയാവോ? ഒരു തെറ്റും ചെയ്യാതെ തടവറയിൽ അടയ്ക്കപ്പെട്ടിട്ടുള്ളവരാണ്. സാഹചര്യ തെളിവുകൾ നമുക്കെതിരായാൽ നമ്മളെ സുഖമായിട്ട് കോടതിക്ക് അകത്തിടാനായിട്ട് പറ്റും. സ്വന്തം ഭാര്യ തന്നെ ഭർത്താവിനെതിരെ ഇല്ലാത്ത കേസ് ഫാബ്രിക്കേറ്റ് ചെയ്ത് കൊടുത്ത് പോക്സോ കേസിലൊക്കെ ഉൾപ്പെടുത്തി ജാമ്യം പോലും കിട്ടാൻ സാധ്യതയില്ലാത്ത വിധത്തിൽ കുടുക്കി ജയിലിൽ ഇട്ടിട്ടുള്ള കേസുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. സംഭവിച്ചത് ഈ വരാപ്പുഴയിലാണ്, എറണാകുളത്തിനടുത്തുള്ള വരാപ്പുഴയിൽ. ഇവൻ നേപ്പാൾ സ്വദേശിയായിരുന്നു. അപ്പോൾ ഒരു ദിവസം വാവിട്ട് കുർബാന കഴിഞ്ഞ സമയത്ത് എൻ്റെ അടുത്ത് വന്ന് വാവിട്ട് കരയുകയാണ്, അച്ഛാ ഞാൻ പോക്സോ കേസിലാണ് പെട്ടിരിക്കുന്നത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു കുട്ടിയെയും ഉപദ്രവിച്ചിട്ടില്ല അച്ഛാ, എൻ്റെ മകളെ ഞാൻ ഉപദ്രവിച്ചു എന്നും പറഞ്ഞിട്ടാണ് എൻ്റെ ഭാര്യ കേസ് കൊടുത്തിരിക്കുന്നത്. അച്ഛൻ ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കണം, എൻ്റെ കുടുംബക്കാർ ആരും ഇവിടെയില്ല,
നിങ്ങളെപ്പോലുള്ളവരൊക്കെ എന്നെ രക്ഷിക്കാനായിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്താണ് ചരിത്രം എന്ന് അന്വേഷിച്ചു. അപ്പോൾ പറഞ്ഞു, എൻ്റെ ഭാര്യയ്ക്ക്, അവൾ ഇന്ത്യക്കാരിയാണ്, കേരളത്തിലുള്ള ആളാണ്, മലയാളിയാണ്. അവൾക്ക് അവളുടെ വീടിനടുത്തുള്ള ഒരു ചെറുപ്പക്കാരനുമായിട്ട് ഭയങ്കര സ്നേഹം. ഇവനത് യാദൃച്ഛികമായിട്ട് അറിഞ്ഞു. ഇവൻ പലവട്ടം അവളെ വാൺ ചെയ്തു. ഒരു ഉപദ്രവവും ഏൽപ്പിക്കാതെ നല്ല ഭാഷയിൽ വാൺ ചെയ്തു. അവളത് കേട്ടില്ല. അങ്ങനെ ഇരിക്കെ ഇവന് ടൈൽസ് പണിയാണ്. ടൈൽസ് പണിക്ക് പോകുന്ന സമയത്ത് ഇവൻ്റെ കാലിൽ മാരകമായ മുറിവേറ്റ് ഇവൻ കിടപ്പിലായിപ്പോയി. കുറേയേറെ നാളുകൾ വീട്ടിൽ തന്നെ കിടപ്പായപ്പോൾ ഭാര്യയ്ക്കും മറ്റേ സുഹൃത്തിനും കണ്ടുമുട്ടാനുള്ള അവസരമില്ലാതെയായിപ്പോയി. കാരണം ഇവൻ വീട്ടിൽ തന്നെ 24 മണിക്കൂർ ഇരിക്കുമല്ലേ, ജോലിക്ക് പോകുന്നില്ലല്ലോ. അപ്പോൾ ഈ കാമുകൻ പറഞ്ഞു കൊടുത്ത സൂത്രമാണ്, മൂത്ത കുട്ടിയെ, പെൺകുട്ടിയാണത്, അതിനെ ഉപദ്രവിച്ചു എന്നും പറഞ്ഞ് മൂത്ത കുട്ടിയെ കൊണ്ട് മൊഴിയെടുത്ത് ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് ഇട്ടാൽ മതി, പോലീസ് വന്ന് ഇവനെ പൊക്കിക്കോളും. അതുപോലെ തന്നെ അവൾ ചെയ്തു. പോലീസ് വന്ന് ഇവളെ പൊക്കുകയും ചെയ്തു. ഈ പോക്സോ കേസിൻ്റെ പ്രത്യേകത, കുട്ടിയുടെ മൊഴിയാണ് അടിസ്ഥാനം. മെഡിക്കൽ ടെസ്റ്റ് ഒന്നും വേണ്ട. ഒരു കുട്ടി മൊഴി കൊടുത്താൽ മതി, അതിൻ്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് നടക്കും. ഈ ചെറുക്കൻ കോടതിയിൽ പോയി കരഞ്ഞു പറഞ്ഞെങ്കിലും ജഡ്ജി പറഞ്ഞു, ഒരു രക്ഷയില്ല, നിന്റെ കൊച്ചിനെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് നാട്ടുകാരല്ല, സ്വന്തം അമ്മയാണ്. അതുകൊണ്ട് ആ മൊഴി മാറ്റാത്തിടത്തോളം കാലം നിനക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് അവർ കൈയൊഴിഞ്ഞു. എന്നോട് പറഞ്ഞു, അച്ഛൻ വരാപ്പുഴയിൽ പോകണം, ഇന്ന സ്ഥലത്ത് പോയി അന്വേഷിച്ചാൽ ഇവളുടെ ഡീറ്റെയിൽസ് കിട്ടും. അച്ഛൻ അന്വേഷിച്ച് നോക്കിയോ, ഞാൻ പറഞ്ഞ രീതിയിൽ അവൾ ഈ കാമുകനോടൊപ്പം ജീവിക്കുന്നത് അച്ഛന് കാണാമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ കൂട്ടത്തിലുള്ള കുറച്ച് അൽമായ സുഹൃത്തുക്കളെയൊക്കെ കൂട്ടി ഈ സ്ഥലത്ത് പോയി സംഭവം അന്വേഷിച്ചു. അരമണിക്കൂർ സമയം ഞങ്ങൾക്ക് അലയേണ്ടി വന്നുള്ളൂ, ഇവളെ കൃത്യമായിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള സിസ്റ്റേഴ്സ് ഇവളെ കണ്ട് സംസാരിച്ച് ഇവളെ കൊണ്ട് തന്നെ കോടതിയിൽ പോയി ഉണ്ടായ കാര്യങ്ങൾ മാറ്റി പറയിപ്പിച്ചിട്ടാണ് ഈ ചെറുക്കനെ നമുക്ക് ഇറക്കാൻ പറ്റിയത്. ഇവനെ എന്ത് തെറ്റ് ചെയ്തിട്ടാ ദിവസങ്ങളോളം ജയിലിൽ കിടക്കേണ്ടി വന്നത്? ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് വിചാരിക്കരുത് പ്രിയപ്പെട്ടവരെ. അല്ല, ഇതുപോലത്തെ ഒരുപാട് കേസുകളുണ്ട്. ചാലക്കുടി ഇടവകക്കാരിയായിരുന്ന ഷീല സണ്ണി എന്ന് പറയുന്ന ഒരു സ്ത്രീ, പത്രത്തിൽ വന്ന കാര്യമാണ്, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഷീല സണ്ണി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് 72 ദിവസമാണ് ജയിലിൽ കിടന്നത്. എന്താ കേസായിരുന്നെന്നറിയോ? ഇതൊരു ബ്യൂട്ടി പാർലർ തുടങ്ങാനായിട്ട്, മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി തുടങ്ങാനൊക്കെ ആയിട്ട് അതിൻ്റെ വർക്കുകളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് അസൂയ പൂണ്ട ചില ബന്ധുക്കൾ ഈ സ്ത്രീ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഹോണ്ട ആക്റ്റീവ ബൈക്കിൻ്റെ സീറ്റിൻ്റെ അടിയിൽ LSD സ്റ്റാമ്പ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള സാധനം കൊടുന്നു വെച്ചിട്ട് പോലീസിനോട് വിളിച്ചു പറഞ്ഞു. അവർ വന്നു, സാധനം നോക്കുമ്പോൾ കറക്റ്റ് വീടിൻ്റെ അകത്തു നിന്നും അതുപോലെ ഇവർ ഉപയോഗിക്കുന്ന ബൈക്കിൻ്റെ സീറ്റിൻ്റെ അടിയിൽ നിന്നും ഈ സാധനം കിട്ടി. ഈ ചേച്ചിക്ക് ലഹരിയുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് കരഞ്ഞു പറഞ്ഞിട്ടും പോലീസുകാർക്ക് അത് കേൾക്കാൻ പറ്റിയില്ല. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം തെറ്റ് ചെയ്തവരൊക്കെ പറയുന്നത് ആദ്യം ഞങ്ങളത് ചെയ്തിട്ടില്ല എന്നാണ്. ചെയ്തു പോയി എന്ന് പറയുന്നവർ വളരെ കുറച്ച് പേരേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് അങ്ങനെ പറയുന്നതായിരിക്കും എന്ന് വിചാരിച്ച് അവരത് ഗൗരവത്തിലെടുത്തില്ല. ശിക്ഷാ നടപടികളുമായിട്ട് മുന്നോട്ട് പോയി. ഈ സ്ത്രീ വിയ്യൂരുള്ള വനിതാ ജയിലിൽ കിടക്കുകയാണ്. നമ്മളുടെ സിസ്റ്റേഴ്സൊക്കെ ആദ്യം ചെന്ന സമയത്ത് സിസ്റ്റേഴ്സിനെ ഫേസ് ചെയ്യാൻ പോലും പറ്റാതെ ഈ ചെയ്യാത്ത കുറ്റം തൻ്റെ പേരിൽ ഏൽപ്പിക്കപ്പെട്ടതിൻ്റെ ആ മാനസിക ഭാരം കൊണ്ട് കരഞ്ഞ് 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 ദിവസങ്ങളോളം ഭക്ഷണം പോലും കഴിക്കാതെ ഈ ചേച്ചി ആ സെല്ലിനകത്തിരുന്നു. നമ്മളുടെ സിസ്റ്റേഴ്സ് സ്ഥിരമായിട്ട് പോയി ആവശ്യപ്പെട്ടത് പ്രകാരം ഈ ചേച്ചി അവസാനം പുറത്തിറങ്ങി വന്നു. കൗൺസിലിംഗ് ഒക്കെ നടത്തി, ഹൃദയം തുറന്ന് സംസാരിച്ചു. സിസ്റ്റേഴ്സ് കുറേ ആശ്വസിപ്പിച്ചു. എന്തായാലും വലിയൊരു അത്ഭുതം അവിടെ നടന്നു. ഈ LSD സ്റ്റാമ്പ് എന്നും പറഞ്ഞ് അവർ കിട്ടിയിരുന്ന സാധനം മുഴുവൻ കെമിക്കൽ ലാബ് അനാലിസിസിന് വേണ്ടി അയച്ചിരുന്നു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നു. അത് ലഹരിയുമല്ല, ഒരു സാധനമല്ല എന്നും പറഞ്ഞ്, അത് വെറുതെ വ്യാജനായിട്ടുള്ളൊരു സംഭവമായിരുന്നു എന്ന് പറഞ്ഞിട്ട് റിസൾട്ട് വന്നതുകൊണ്ട് ഈ ചേച്ചിക്ക് ഇറങ്ങാൻ പറ്റി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സ്വന്തം ബന്ധുക്കൾ തന്നെ കുരുക്കുന്ന ചില കുരുക്കിൽപ്പെട്ട് തടവറയിലാക്കപ്പെട്ടു പോകുന്ന നിസ്സഹായരായ ധാരാളം മനുഷ്യരുടെ നിസ്സഹായമായ നിലവിളി
ഉയരുന്ന ഇടം കൂടിയാണ് തടവറ. അതുകൊണ്ട് തടവറയിലുള്ളവരൊക്കെ നമ്മളെക്കാളും മോശപ്പെട്ടവരാണ്, അവർ കൊടും കുറ്റവാളികളാണ്, നമ്മളെ കാണുമ്പോഴത്തേക്കും കയറി ആക്രമിക്കും എന്നൊന്നും വിചാരിക്കരുത്. പിന്നെ ഈ നാർക്കോട്ടിക് കേസിൽ വരുന്ന പ്രതികൾ ഈ ലഹരി, രാസലഹരി പ്രത്യേകിച്ച് ഉപയോഗിച്ചിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് ഒരു 9 മാസത്തേക്ക് അതിൻ്റെ വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടാവും. പല ഇല്യൂഷൻസ് ഉണ്ടാവും, പല ഹലൂസിനേഷൻസ് ഉണ്ടാവും. ഇല്ലാത്തത് കാണും, ഇല്ലാത്തത് കേൾക്കും, മാനസിക വിഭ്രാന്തി പോലെ ഒക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ സ്ത്രീജനങ്ങളെ ഇപ്പോൾ ജയിലിനകത്തേക്ക് കയറ്റാനായിട്ട് അധികാരികൾക്ക് പേടിയാണ്. കാരണം ഈ ഇരിക്കുന്നവർ ഈ സ്ത്രീകളോട് പോലും ഏത് രീതിയിൽ പെരുമാറുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഇപ്പോൾ കൊല്ലത്ത് വന്ദന എന്ന് പറയുന്ന ഒരു ഡോക്ടറെ ഒരാൾ കുത്തിയില്ലേ, വന്ദന മരിച്ചുപോയി. അവൻ കോടതിയിൽ കൊടുത്തിരിക്കുന്ന മൊഴി എന്നാണെന്നറിയോ? ഞാൻ വന്ദന എന്ന പെൺകുട്ടിയെ കണ്ടിട്ടില്ല, ഒരു പെൺകുട്ടിയെയും ഞാൻ ഉപദ്രവിച്ചിട്ടില്ല, എന്നെ ചികിത്സിക്കുന്ന ഡോക്ടറെ ഉപദ്രവിക്കാൻ മാത്രം നിഷ്കരുണം ആയിട്ടുള്ളൊരു മനസ്സുള്ളവനല്ല ഞാൻ അന്ന് ആക്രമിച്ചത് എൻ്റെ അയൽവാസി എന്നെ പിടിക്കാനായിട്ട് വന്നപ്പോഴാണ് ഞാൻ അവനെ തിരിച്ച് ആക്രമിച്ചിട്ടുള്ളത് എന്നാണ് മൊഴി കൊടുത്തിരിക്കുന്നത്. എൻ്റെ കാരണം ഇവന് ഈ MDMA ഒക്കെ അടിച്ചിട്ട് അതിൻ്റെ ആ ഒരു ഇല്യൂഷനിൽ ഈ വന്ദന എന്ന് പറയുന്ന ഡോക്ടറെ നേഴ്സിംഗ് സ്റ്റേഷനിൽ നിന്ന് സ്റ്റെത്ത് കഴുത്തിലിട്ടിട്ട് ആ കൺ പിടിച്ചുകൊണ്ട് വരുന്നത് കണ്ടപ്പോൾ ഇവന് തോന്നുന്നത് ഇവൻ്റെ അയൽവാസി ആരോ ഇവനെ കുരുക്കിട്ട് പിടിക്കാൻ വേണ്ടി എന്തോ കയറ് പോലത്തെ ഒരു സാധനം കഴുത്തിലിട്ടിട്ട് വരുന്നതായിട്ടാണ് ഇവന് തോന്നിയത്. അതുകൊണ്ടാണ് അവൻ ഇതുപോലെ കയ്യിൽ കിട്ടിയ ഫോർസെപ്സ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്, കത്രിക പോലെ നീണ്ടിട്ട് അതിൻ്റെ അഗ്രം വളഞ്ഞിരിക്കുന്ന ഒരു സാധനം, ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ടവർക്കറിയാം. ആ ഫോർസെപ്സ് വെച്ചിട്ട് കുത്തി അതിൻ്റെ പുറം ഏതാണ്ട് അരിപ്പ പോലെയാക്കി. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്നിട്ട് അവൻ പറയാണ്, ഞാൻ പെൺകുട്ടിയെ വന്ദന എന്ന് പറയുന്ന ഡോക്ടറെ ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയില്ല, ഞാൻ ഒരു പെൺകുട്ടിയെയും ഉപദ്രവിച്ചിട്ടില്ല, അങ്ങനത്തെ ഒരു ടൈപ്പല്ല ഞാൻ ആക്രമിച്ചത് എൻ്റെ അയൽവാസിയെയാണ്. അപ്പോൾ ജയിലിലുള്ളവരെ ഹാൻഡിൽ ചെയ്യാൻ ഇന്ന് ഭയങ്കര പാടാണ്. കാരണം ഇവരുടെ ഈ വിഡ്രോവൽ സിംറ്റം 9 മാസം വരെയൊക്കെ നീണ്ടു നിൽക്കുന്നത് കൊണ്ട് ഇവരെന്താണ് ചിന്തിക്കുന്നത്, എന്താണ് പറയുന്നതെന്ന് ആർക്കും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് വളരെ ശാന്തമായിട്ട് നിൽക്കുന്ന ഒരാൾ പോലും അടുത്ത ക്ഷണത്തിൽ എങ്ങനെയാണ് പ്രതികരിക്കാൻ പോണേന്നുള്ളത് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. ഈ അധികാരികളുണ്ടല്ലോ, ഈ വാർഡന്മാർ പോലും നിഷ്കരുണം ഉപദ്രവിക്കപ്പെടുന്ന സാഹചര്യമുണ്ട് ജയിലിൽ. പണ്ട് ജയിലിലുള്ളവർക്കാണ് ഇടി കിട്ടിയിരുന്നത്, ഇപ്പം നേരെ തിരിഞ്ഞു. അവരെ തൊടാനായിട്ട് ആർക്കും ധൈര്യമില്ല. കാരണം ജയിലിലുള്ള ആൾക്കാരെ തൊട്ടാൽ ചിലപ്പോൾ തൊട്ടവന് അടി പാഴ്സലായിട്ട് വീട്ടിൽ വരുന്ന സെറ്റപ്പാണ് ഇതിനകത്തിരിക്കുന്നവർക്കുള്ളത്. അപ്പം അതുകൊണ്ട് അവരെ ആരും ഉപദ്രവിക്കില്ല. പക്ഷേ ഈ ലഹരിയുടെയൊക്കെ പേരും പറഞ്ഞ് അവർ ചിലപ്പോൾ ഈ വാർഡന്മാരെ വളരെ ക്രൂരമായ രീതിയിൽ ഉപദ്രവിക്കുന്ന അവസ്ഥകളും ഉണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ മനസ്സിനെ മാറ്റിയെടുക്കാനായിട്ട് പറ്റണമെങ്കിൽ അത് ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ വന്നാലേ പറ്റുള്ളൂ. നമ്മൾ പറയുന്ന കാര്യങ്ങൾ തന്നെ, നല്ല ഉപദേശങ്ങൾ തന്നെ അവരുടെ ഹൃദയത്തിനകത്തേക്ക് കയറണമെങ്കിൽ നന്നായിട്ട് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരുടെ ഹൃദയ നിലങ്ങളെ നമ്മൾ നമ്മുടെ പ്രാർത്ഥന കൊണ്ടും പരിത്യാഗം കൊണ്ടും ഒരുക്കിയാൽ മാത്രമേ എന്തെങ്കിലും മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ വലിയൊരു മധ്യസ്ഥ പ്രാർത്ഥനയുടെ വിഷയമായിട്ട് ഞാനിത് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ്. കുറ്റം ചെയ്തവരുണ്ട്, കുറ്റം ചെയ്യാത്തവരുണ്ട്, ആവർത്തിച്ച് കുറ്റം ചെയ്യുന്നവരുണ്ട്. എന്ത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ഇവരാരെയും നമുക്ക് വിധിക്കാനായിട്ട് അവകാശമില്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. കർത്താവ് പറഞ്ഞിട്ടുള്ളത്, സൗമ്യമായ നിങ്ങളുടെ ശുശ്രൂഷയിലൂടെ നിങ്ങൾ അവരെ വീണ്ടെടുക്കുവിൻ എന്നുള്ള ആഹ്വാനമാണ് നമ്മളെ ദൈവം വരമേൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതിനെ ഓർത്ത് ദൈവത്തിന് ഒരുപാട് നന്ദി പറയണം, ദൈവത്തോട് നന്ദി പറയണം. അതുപോലെ തന്നെ പെട്ടുപോയ ഈ ആത്മാക്കൾക്ക് വേണ്ടി, അവരെ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോരുന്നതിന് വേണ്ടി അവർക്ക് വേണ്ടി തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കണം.
സ്നേഹമുള്ളവരെ, ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഇവർ പറയുന്ന ഒരു ഡയലോഗാണ്, അച്ഛാ പെട്ടുപോയി. ഒരു മനുഷ്യൻ അങ്ങനെ പെട്ടുപോകുന്നുണ്ടെങ്കിൽ അവനെ പെടുത്തുന്ന ഒരു ശക്തിയില്ലേ? ഓർത്ത് നോക്കിയേ, ഇല്ലേ? അതാരായിരിക്കും? ദൈവമായിരിക്കുമോ? സാത്താനായിരിക്കും. ഉൽപ്പത്തിയുടെ പുസ്തകം മുതൽ നമ്മൾ കാണുന്നൊരു യാഥാർത്ഥ്യം ഇതാണ്. മനുഷ്യനെ കെണിയിൽപ്പെടുത്താൻ വേണ്ടി, മനുഷ്യനെ പാപത്തിൽ വീഴിക്കാൻ വേണ്ടി സാത്താൻ അവൻ്റെ സകല കഴിവും സകല തന്ത്രങ്ങളും ഉപയോഗിക്കുന്നുണ്ട്, ഇന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചില മനുഷ്യർ വളരെ ഈസി ആയിട്ട് അവൻ ഒരുക്കുന്ന കെണികളിൽ അറിയാതെ പോയി ചാടുന്നുണ്ട്. അതുകൊണ്ട് ഈ തടവറ മക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അത് പിശാചിനെതിരായിട്ടുള്ള ഒരു യുദ്ധമാണ്. മറ്റുള്ള മധ്യസ്ഥ പ്രാർത്ഥനകൾ നടത്തുന്നത് പോലെ അത്ര സിമ്പിളായിട്ട് നിങ്ങൾ ഇതിനെ കാണരുത്. നിങ്ങൾ അത്രയും പ്രാർത്ഥിച്ചൊരുങ്ങി ദൈവത്തിൻ്റെ സംരക്ഷണം ചോദിച്ചതിന് ശേഷം വേണം. നമുക്കറിയാലോ, ഡെലിവറൻസ് പ്രാർത്ഥന നടത്തുമ്പോൾ ആദ്യം ചൊല്ലുന്ന പ്രാർത്ഥന ഏതാ? സംരക്ഷണ പ്രാർത്ഥനയാണ്. അല്ലെങ്കിൽ വിവരം അറിയും. മനസ്സിലായോ? പോകുന്നവൻ നമ്മുടെ നെഞ്ചത്ത് കഥകളി നടത്തിയിട്ട് പോവുള്ളൂ. അതുകൊണ്ട് ധ്യാനഗുരുക്കന്മാരൊക്കെ പറയും, ഡെലിവറൻസ് പ്രയർ നടത്തുന്നതിന് മുമ്പ് ആ നടത്തുന്ന ആൾ അതുപോലെ പ്രാർത്ഥിച്ചൊരുങ്ങിയിരിക്കണം. അതുപോലെ സംരക്ഷണ പ്രാർത്ഥന ചൊല്ലി ദൈവത്തിൻ്റെ വലിയ സംരക്ഷണം നമ്മുടെ എല്ലാ മേഖലകളിലും ചോദിച്ചതിന് ശേഷം മാത്രമേ ഡെലിവറൻസ് നടത്താൻ പാടുള്ളൂ എന്ന് പറയും. അതുപോലെ തടവറ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതം അതുപോലെ വിശുദ്ധമായിട്ട് നിലനിർത്താനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. നമ്മൾ സാധിക്കുന്ന എല്ലാ ത്യാഗങ്ങളും ഇതിനോട് ചേർത്ത് നമ്മൾ കാഴ്ചവെക്കണം. കാരണം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അത്ര ചെറിയ പ്രവൃത്തിയല്ല. സാത്താൻ ബന്ധിച്ചിട്ടിരിക്കുന്ന ഒരു ആത്മാവിനെ ആ സാത്താനോട് യുദ്ധം ചെയ്ത് നമ്മൾ തിരിച്ചു നേടി ദൈവത്തിനെ ഏൽപ്പിക്കുന്ന പ്രക്രിയയാണ് തടവറ മക്കൾക്ക് വേണ്ടിയുള്ള നമ്മളുടെ ശുശ്രൂഷ എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഇത് ഗൗരവമായിട്ടുള്ള പ്രവൃത്തിയാണ്. മറ്റുള്ള മധ്യസ്ഥ പ്രാർത്ഥനകളിൽ നിന്നും ഇതിനെ കൂടുതൽ വ്യത്യസ്തമാക്കുന്നത് ഇതിൻ്റെ പുറകിലുള്ള ഈ റിസ്ക്കാണ്. ആ റിസ്ക് എടുക്കാൻ തയ്യാറാകണമെങ്കിൽ നമ്മളൊരു യുദ്ധത്തിന് ഇറങ്ങുന്ന അത്രയും ആർജവത്തോടെ ഒരുക്കത്തോടു കൂടെ വേണം ഇറങ്ങാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് തന്നെ പല തിരിച്ചടികളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒന്നാമത്തെ കാര്യം ചെയ്യേണ്ടത് ഇവർക്ക് വേണ്ടി, തടവറ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാതെ തടവറ മക്കളെ നമ്മളോട് ചേർത്ത് നിർത്തണം. ദൈവം ഒത്തിരി സ്നേഹിക്കുന്ന വ്യക്തികളാണ് ഈ തടവറയിലുള്ളവർ. അവർ കുറ്റം ചെയ്തവരാണ്, ജീവിതത്തിൽ വീണുപോയവരാണ്. പക്ഷേ കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ വന്നത് നീതിമാന്മാരെ രക്ഷിക്കാനല്ല, പാപികളെ പശ്ചാത്താപത്തിലേക്ക് വിളിക്കാനാണ്. അപ്പോൾ കർത്താവിൻ്റെ ടാർഗറ്റ് ഗ്രൂപ്പാണ് ഈ തടവറയിൽ ആയിരിക്കുന്ന മക്കളെന്ന് പറയുന്നത്. അതുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, അവരെ സഹായിക്കാനായിട്ട് നമ്മൾ സഹായഹസ്തം നീട്ടുമ്പോൾ അത് ദൈവത്തിന് പ്രീതികരമായ പ്രവൃത്തിയായിട്ട് മാറുന്നുണ്ട് എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. നമുക്കിപ്പോൾ ഈ സ്നേഹാശ്രമങ്ങളൊക്കെ നടത്താനായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നല്ല ചിലവുണ്ട്. 21 പേർക്ക് 3 നേരം ഭക്ഷണം വിളമ്പണമെങ്കിൽ തന്നെ എത്ര രൂപ വരുന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇനി നമ്മൾ ഈ തടവറയിലുള്ള ആൾക്കാരെ മാത്രമല്ല നോക്കുന്നത്, തടവറയിൽ കിടക്കുന്ന വ്യക്തികളുടെ കുട്ടികൾ വീടുകളിലുണ്ട്. അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളൊക്കെ ആവും. ഒരു സുപ്രഭാതത്തിൽ പോലീസ് വന്ന് അപ്പനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴാണ് ഈ മക്കൾ നിസ്സഹായതയോടുകൂടി നിലവിളിക്കുന്നത്. അപ്പോഴാണ് നാട്ടുകാർ പോലും അറിയുന്നത് ഇയാൾ ഇന്ന കുറ്റകൃത്യത്തിൽ പെട്ടു, ജയിലിലേക്ക് കൊണ്ടുപോകണമെന്നൊക്കെ നാട്ടുകാർ പോലും അറിയുന്നത് അപ്പോഴായിരിക്കും. ഈ കുട്ടികളുടെ ഭാവി അതോടുകൂടി അടഞ്ഞു പോകുന്ന അവസ്ഥയാണ്. സ്വന്തം ബന്ധുമിത്രാദികൾ പോലും പിന്നെ ഇവർക്ക് വേണ്ടി ചെറുവിരൽ അനക്കാത്ത സാഹചര്യങ്ങളുണ്ട് നമ്മുടെ ഈ സമൂഹത്തിൽ പോലും. അപ്പോൾ അങ്ങനെയുള്ള കുടുംബങ്ങളിലേക്ക് ഈ തടവറ പ്രേക്ഷിത ശുശ്രൂഷയിലെ അൽമായരും സിസ്റ്റേഴ്സും കടന്നു ചെല്ലും. ആ കുട്ടികളെ ആശ്വസിപ്പിക്കും. ആ കുടുംബത്തിന് വേണ്ടതായിട്ടുള്ള എന്ത് സഹായമാണോ അതവർക്ക് നൽകും. ആ ചേച്ചിക്ക് എവിടെയെങ്കിലും ഒരു ജോലി മേടിച്ചു കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അത് ചെയ്തു കൊടുക്കും. അച്ഛന്മാർക്ക് പോകാൻ പറ്റുന്നതിനേക്കാളും എളുപ്പത്തിൽ സിസ്റ്റേഴ്സിനും ചേച്ചിമാർക്കുമാണ് ഇങ്ങനെയുള്ള കുടുംബങ്ങളിലേക്ക് ധൈര്യപൂർവ്വം കടന്നു ചെല്ലാനായിട്ട് പറ്റുക. അപ്പോൾ
ജീസസ് ഫ്രട്ടേണിറ്റിയുടെ ഒരു ഹോം മിഷൻ വിങ് ഉണ്ട്. നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണത്. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ലഭിച്ച ഒരു വ്യക്തിക്കും വെറുതെ ഇരിക്കാൻ പറ്റില്ല. ഈ പാലാ ഭാഗത്തൊക്കെ പണ്ട് ധ്യാനം കൂടിയ അച്ചായന്മാർ ചെയ്ത ഒരു ധീര കൃത്യമുണ്ട്. ഞാൻ സെമിനാറിലായിരിക്കുമ്പോഴേ കണ്ടുപഠിച്ചിട്ടുള്ളതാണ്, എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളതാണ്. വീടിനോട് ചേർന്ന് ഒരു ചെറിയ ചായ്പ് പോലെ എടുത്തു. ആ ചായ്പിൽ 2-3 മാനസിക രോഗികളെ കൊണ്ടുവന്ന് താമസിപ്പിക്കാനുള്ള ധൈര്യം കാണിച്ചിട്ടുള്ള അച്ചായന്മാർ ഈ പാലാ രൂപതയുടെ പല സ്ഥലങ്ങളിലും ഉള്ളതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ചങ്ങനാശ്ശേരിയിലും ആരെങ്കിലുമൊക്കെ അത് കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത്രയും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഈ തകർന്നു പോയ കുടുംബങ്ങളിലേക്ക് ഈശോയുടെ ആശ്വാസ വാക്കുമായിട്ട് ഒന്ന് കടന്നു ചെല്ലാൻ നിങ്ങൾക്ക് സാധിക്കില്ലേ? ഒരു സിസ്റ്ററും 2 ചേച്ചിമാരും ഉണ്ടെങ്കിൽ 3 പേരുടെ ഗ്രൂപ്പായി വളരെ സിമ്പിളായിട്ട് ഇത് ചെയ്യാം. ഓരോ ദിവസവും പത്രം എടുത്ത് നോക്കിയാൽ തന്നെ നമ്മൾ കടന്നു ചെല്ലേണ്ട കുടുംബങ്ങളുടെ ലിസ്റ്റ് നമുക്ക് കിട്ടും. എന്തുമാത്രം കുറ്റകൃത്യങ്ങളാണ് ഓരോ ദിവസവും നമ്മുടെ ഈ നാട്ടിൽ തന്നെ, നമ്മുടെ ഈ ചുറ്റുവട്ടത്ത് നടക്കുന്നത്. നിങ്ങൾ തിരുവനന്തപുരത്തുള്ള വീട്ടിലേക്കൊന്നും പോകണ്ട, നിങ്ങൾ ഈ ചങ്ങനാശ്ശേരി തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചാൽ മതി. ഇങ്ങനെയുള്ള തകർന്ന കുടുംബങ്ങൾ നമ്മുടെ ഈ ചുറ്റുവട്ടത്തുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തിന് ഇരയായി പോയവരോ അതിന് കുറ്റവാളികളായി പോയവരോ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കുടുംബങ്ങളിലേക്ക് കടന്നു ചെല്ലുക. ഈ കുറ്റകൃത്യങ്ങൾക്ക് ഇരകളായി പോകുന്നവരുടെ കുടുംബങ്ങളുടെയും സാഹചര്യം വളരെ കഷ്ടമാണ്. കാരണം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കേസിൽ ഒരു ചേട്ടൻ അടുത്ത ചേട്ടനെ തള്ളി, മറ്റേ ചേട്ടൻ വീണു, അയാൾ മരിച്ചുപോയി. ആ കുടുംബത്തിൻ്റെ ആകെയുള്ള ഏണിംഗ് മെമ്പറാണ് ഒറ്റ സെക്കൻഡ് കൊണ്ട് മരിച്ചുപോയത്. അടുത്ത കുടുംബത്തിൻ്റെ ഏണിംഗ് മെമ്പറാണ് പിറ്റേ ദിവസം മുതൽ പോലീസ് കസ്റ്റഡിയിലാവുന്നതും ജയിലിൽ അടയ്ക്കപ്പെടുന്നതും. പ്രാക്ടിക്കലി 2 കുടുംബത്തിനും ഏണിംഗ് മെമ്പേഴ്സാണ് പോയത്. ഒരാൾ തിരിച്ചു വരാത്ത പോക്ക് പോയി, മറ്റേ ആൾ ഒരു 14-15 വർഷത്തേക്ക് ഏറ്റവും ചുരുങ്ങിയത് ഇല്ലാതാകുന്ന രീതിയിലുള്ള പോക്കും പോയി. ഈ കുടുംബാംഗങ്ങൾ എന്തു ചെയ്യും? എനിക്കറിയാം, ശ്രീകൃഷ്ണപുരത്ത് നമ്മുടെ പാലക്കാട് രൂപതയുടെ ഒരു ഭാഗമാണ്, ഒരു ഹൈന്ദവ കുടുംബത്തിൽ സംഭവിച്ച കാര്യമാണ്. സ്വന്തം അച്ഛനെ പോക്സോ കേസിൽ പിടിക്കുകയാണ്. അയൽപക്കത്തുള്ള ഒരു വീട്ടിലെ കുട്ടിയോട് എന്തോ അപമര്യാദയായിട്ട് പെരുമാറി എന്നുള്ളൊരു രീതിയിലുള്ളൊരു പോക്സോ കേസാണ്. സംഭവിച്ച കേസ് തന്നെയാണ്. അച്ഛനെ പിടിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് ജയിലിൽ ആയി. അമ്മ ആ വിവരം അറിഞ്ഞപ്പോൾ അമ്മ വലിയ വിഷമത്തോടു കൂടി എറണാകുളത്തൊരു കമ്പനിയിൽ IT പ്രൊഫഷണലായിട്ട് ജോലി ചെയ്യുന്ന മകനെ വിളിച്ച് പറഞ്ഞു, മോനെ നമ്മുടെ അച്ഛന് ഇങ്ങനെ മാതിരി ഒരു കേസിൽ പെട്ടുടാ, പോലീസുകാർ വന്ന് കൊണ്ടുപോയി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത് മലമ്പുഴ പാലക്കാട് ഡിസ്ട്രിക്ട് ജയിലിൽ അടച്ചിരിക്കുകയാണ്. നീ ഇന്ന് തന്നെ വരണം, നീ മാത്രമേ ഉള്ളൂ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട്, നീ വരണം എന്ന് പറഞ്ഞു. അവനന്ന് ജോലി കഴിഞ്ഞ് ഓഫീസിൽ നിന്ന് മടങ്ങി വന്ന് അവൻ്റെ ലോഡ്ജിൽ നിന്ന് അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്ത് വീട്ടിലെ ശ്രീകൃഷ്ണപുരത്തുള്ള വീട്ടിലേക്ക് വന്നു. അമ്മയും മോനും കൂടെ കുറേ നേരം ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. വലിയ വിഷമത്തോടു കൂടി അവൻ കിടക്കാൻ പോയി. പിറ്റേ ദിവസം രാവിലെ സൂര്യനെ ഉദിച്ചു പൊങ്ങിയിട്ടും ഇവൻ്റെ മുറിയിൽ നിന്ന് ഒരു അനക്കവും കേൾക്കാണ്ടായപ്പോൾ അമ്മ കുറേ മുട്ടി വിളിച്ചു നോക്കി, ഒരു അനക്കവുമില്ല. അവസാനം അമ്മ വീടിൻ്റെ പുറത്തേക്ക് വന്ന് ജനൽ കഷ്ടി തുറന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഫാനിൽ ഹാങ് ചെയ്ത് നിൽക്കുന്ന മകനെയാണ് കണ്ടത്. ആ അമ്മ ഒരു പ്രാവശ്യം അലറി വിളിച്ച് കരഞ്ഞുള്ളൂ. അപ്പോഴത്തേക്ക് അതിൻ്റെ ഓർമ്മ പോയി, അതവിടെ വീണു. ഇതിൻ്റെ ആർത്തട്ടഹസിച്ചുള്ള കരച്ചിൽ കേട്ട് തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേച്ചിമാർ വന്ന് നോക്കുമ്പോൾ ഇതിനൊരു ഓർമ്മയില്ലാതെ വീടിൻ്റെ സൈഡിൽ വീണ് കിടക്കുകയാണ്. അവർ വിചാരിക്കുന്നില്ല ഇവൻ വന്നതോ ഇവനിങ്ങനെ ഹാങ് ചെയ്തതോ നാട്ടുകാർക്ക് അറിയില്ല. അവർ വെള്ളമൊക്കെ എടുത്ത് കൊണ്ടുവന്ന് ഈ സ്ത്രീയുടെ മുഖത്തൊക്കെ തെളിച്ചപ്പോൾ അത് കണ്ണു തുറന്നു. അത് കണ്ണു തുറന്നപ്പോൾ പാതി ജീവനോട് കൂടെ അത് ഈ മുറിയിലേക്ക് കൈ ചൂണ്ടി. അപ്പോഴാണ് ഇവർ മുറിയിലേക്ക് നോക്കുന്നത്. ഇവർ മുറിയിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താ? ഇവൻ്റെ ബെഡ്റൂമിൽ ഹാങ് ചെയ്ത് നിൽക്കുവാണ്. സ്നേഹമുള്ളവരെ, അച്ഛൻ പോക്സോ കേസിൽ പെട്ടതിൻ്റെ വിഷമം സഹിക്കാൻ പറ്റാതെ രാത്രിക്ക് രാത്രി ജോലി സ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് തിരിച്ചെത്തി ഒരു മുഴം കയറിൽ ജീവിതം അവസാനിപ്പിച്ച ഒരു പുത്രൻ്റെ മരണത്തിന് സാക്ഷിയാകേണ്ടി വന്ന അമ്മയെ എന്തു പറഞ്ഞ് നമ്മൾ ആശ്വസിപ്പിക്കും? അവരുടെ കുടുംബത്തിലേക്ക് കയറിപ്പോകാൻ നമുക്ക് സമയമില്ലെങ്കിൽ ആർക്കാണ് സമയം ഉണ്ടാവുക?
അവരെ നോക്കാൻ അവരുടെ ബന്ധുക്കളില്ലേ എന്ന് ഒഴുക്കൻ മട്ടിൽ പറഞ്ഞ് നമ്മൾ ക്രിസ്ത്യാനികളാണെന്നും പറഞ്ഞ് പോകുമ്പോൾ കർത്താവ് നാളെ നമ്മളോട് ചോദിക്കാനിരിക്കുന്നത് നമ്മൾ ചെയ്ത പുണ്യങ്ങളെക്കാളും നമ്മൾ ചെയ്ത തെറ്റിനേക്കാളും സാധ്യതയുണ്ടായിരുന്നിട്ടും സാഹചര്യമുണ്ടായിരുന്നിട്ടും നമ്മൾ ചെയ്യാതെ പോകുന്ന ഈ നന്മകളുടെ ചോദ്യങ്ങൾക്ക് മുമ്പിലായിരിക്കും സ്നേഹമുള്ളവരെ നമ്മളൊക്കെ വിറങ്ങലിച്ച് കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരിക. അതുകൊണ്ട് നമ്മളൊക്കെ കരുതുന്നത് പോലെ ജീവിതം അത്ര സിമ്പിളല്ല മറ്റുള്ളവർക്ക്. നമ്മളൊക്കെ രക്ഷപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ വലിയ കരുണ നമ്മളിലേക്ക് വർഷിക്കപ്പെട്ടതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറഞ്ഞത്, നന്ദിയുള്ളവരായിരിക്കണം. കിട്ടാനുള്ള നന്മകളിലേക്ക് കണ്ണു നട്ടിരിക്കുമ്പോൾ കിട്ടിയ നന്മകളും അനുഗ്രഹങ്ങളും തിരിച്ചറിയാതെ പോകരുത്, മറന്നു പോകരുത്. അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് എളുപ്പമാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കാനാണ് പ്രയാസം. ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റി ജീവിക്കാനാണ് പ്രയാസം. അത് ഏറ്റെടുക്കാനാണ് നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. സ്നേഹമുള്ളവർ, ഞാൻ തൽക്കാലം നിർത്തുകയാണ്. നമുക്ക് ഇനിയും ആരാധനയുടെ സമയമാണ്. ആരാധനയുടെ സമയത്ത് നമ്മൾ വീണ്ടും നമ്മുടെ നിയോഗങ്ങളോടൊപ്പം ഈ തടവറയിലുള്ള മക്കൾക്ക് വേണ്ടി കുറ്റകൃത്യങ്ങൾ സംഭവിച്ചു പോയതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നത്തിലേക്ക് വലിച്ചഴിക്കപ്പെട്ട കുടുംബങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കാരുണ്യം വർഷിക്കപ്പെടുന്നതിന് വേണ്ടി കൂടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ഈ ആരാധനയുടെ സമയം നമ്മുടെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളും നമുക്കൊന്ന് മാറ്റിവെച്ച് ഇങ്ങനെയുള്ള ഈ ലോകത്തിൽ പെട്ടുപോയ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അവർക്ക് അവരുടെ തിന്മയുടെ ലോകത്തു നിന്നും പുറത്തു വരാനായിട്ട് സാധിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇനി ഇത്രയും നേരം വളരെ ശ്രദ്ധയോടുകൂടി കേട്ടിരുന്ന, നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ശൈലിയിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഞാൻ പറഞ്ഞതെന്ന് എനിക്കറിയാം. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഹല്ലേലൂയൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ആരാധനയുടെ സമയത്ത് നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. നമുക്ക് നന്നായിട്ട് ഹല്ലേലൂയൊക്കെ പറഞ്ഞ് ഉറക്കെ തന്നെ ദൈവത്തെ സ്തുതിക്കാം. നമ്മൾ ഈ കേട്ടതിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ മനസ്സിൽ വരുന്ന പ്രേരണകൾക്കനുസരിച്ച് നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ മുമ്പിൽ എല്ലാ നമ്മുടെ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് തലമുറ മക്കൾക്ക് വേണ്ടി, അവരെ ശുശ്രൂഷിക്കുന്ന പ്രേക്ഷിതർക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആരാധനയിലേക്ക് പ്രവേശിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ കാഴ്ചകൾ, അവിരാമം ഞങ്ങൾ പാടാ ആരാധന ആരാധന നാഥ ആരാധന 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 നാഥ ആരാധന
2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു മനോഹരമായ രംഗമുണ്ട്. ദേവാലയത്തിൽ 120 പുരോഹിതന്മാർ ഒരുമിച്ച് കൂടി ഗായക സംഘത്തോട് ചേർന്ന് കൈത്താളം ഉപയോഗിച്ച് കാഹളമോതി ദൈവത്തിന് സ്തോത്രഗീതം ആലപിച്ചപ്പോൾ ആ ദേവാലയം തൂമഞ്ഞ് നിറത്തിലുള്ള മേഘം വന്ന് മൂടി എന്ന് നമ്മളിവിടെ വായിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തിന് കൃതജ്ഞതാ സ്തോത്രം ആലപിക്കുമ്പോൾ അത് സ്വർഗത്തിന് ഏറ്റവും പ്രീതികരമായ പ്രാർത്ഥനയാണ്. തൂമഞ്ഞ് പോലുള്ള വെൺമേഘത്തിൻ്റെ സാന്നിധ്യം നമ്മെ മൂടുന്ന വിധത്തിൽ വരുന്നത്, നമ്മെ മൂടി നിൽക്കുന്ന, നമ്മോട് ചേർന്ന് നിൽക്കുന്ന, നമ്മിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രതീകമാണല്ലോ. നമുക്ക് ഇരുകരങ്ങളും ഉയർത്തി ദിവ്യകാരുണ്യനാഥനിലേക്ക് നോക്കി നമ്മുടെ അധരങ്ങൾ തുറന്ന് നമുക്ക് ഉറക്കെ അവിടുത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, ഞങ്ങളെല്ലാ നിയോഗങ്ങളും അങ്ങയുടെ തിരുഹൃദയത്തിൽ സമർപ്പിക്കുന്നു. കേരളത്തിലുടനീളമുള്ള എല്ലാ തടവറകളിലെയും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള നിയോഗം ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് തന്നെ സ്തുതിക്കുന്നു. കർത്താവേ, പൗലോസും സീലാസും ഒക്കെ തടവറയിലായിരുന്ന സമയത്ത് സ്തുതിച്ചപ്പോൾ അവരുടെ ചങ്ങലകൾ പോലും തകർത്തുകൊണ്ട് അവരെ രക്ഷിക്കാൻ നീ കടന്നു വന്നതുപോലെ പാപത്തിന്റെ സകല ചങ്ങലകളും ബന്ധിക്കുവാൻ കർത്താവേ, ഈ നിമിഷത്തിൽ നീ കടന്നു വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ തിരുരക്തം കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരെയും കഴുകി വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ വലിയ ഫലങ്ങളും ദാനങ്ങളും വരങ്ങളും ഞങ്ങളിലേക്ക് വർഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുവാനായിട്ടുള്ള എല്ലാ തടസ്സങ്ങളും യേശുവിന്റെ നാമത്തിൽ ഈ നിമിഷം ഞങ്ങൾ വിട്ടുപോകട്ടെ. ഞങ്ങളെ തന്നെ സമർപ്പിച്ച് നിന്റെ തിരുഹൃദയത്തിന് ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തന്ന് പ്രാർത്ഥിക്കുന്നു. സുവിശേഷത്തിൽ ഈശോയുടെ രൂപാന്തരീകരണത്തെക്കുറിച്ച് വിവരിക്കുന്ന ഭാഗത്ത് സുവിശേഷകൻ പ്രത്യേകം എഴുതുകയാണ്. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മുഖഭാവം മാറി. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മുഖഭാവം മാറി. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഒരു രൂപാന്തരീകരണം ആവശ്യമുണ്ട്. നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന ചില ബോധ്യങ്ങളൊക്കെ തെറ്റായ ബോധ്യങ്ങളാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോഴാണ് രക്ഷയിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹ അനുഭവം, നീ എൻ്റെ പ്രിയപുത്രനാണ്, നീ എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള സ്നേഹാനുഭവം പുത്രനായ ഈശോ അനുഭവിച്ച സമയമാണ് ഈശോയുടെ രൂപാന്തരീകരണത്തിൻ്റെ സമയം. നമ്മുടെ ജീവിതത്തിലും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നമ്മളും നിറയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലും വലിയ ഒരു മാറ്റം സംഭവിക്കുക, യഥാർത്ഥത്തിലുള്ള രൂപാന്തരീകരണം നടക്കുക. ഈശോയുടെ സ്നേഹത്താൽ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്താൽ, പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകത്താൽ നിറയപ്പെടുന്നതിനു വേണ്ടി നമുക്കൊരു നിമിഷം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈശോയുടെ രൂപാന്തരീകരണം നമുക്ക് നൽകുന്ന സന്ദേശം, നിങ്ങൾ അവൻ്റെ വചനം ശ്രവിക്കുവിൻ എന്നുള്ള സന്ദേശമാണ്. കർത്താവിൻ്റെ പ്രിയപുത്രൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്
നമ്മൾ ഓരോരുത്തരും. ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, നിങ്ങളിവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. പിതാവായ ദൈവം ഇത് നമുക്കെല്ലാവർക്കും നൽകുന്ന ആഹ്വാനം ഇത് തന്നെയാണ്. പുത്രൻ്റെ വാക്ക് ശ്രവിക്കണം. പുത്രൻ്റെ വാക്ക് തിരുവചനങ്ങളാണ് എന്ന് നമുക്കറിയാം. വചനം ദൈവമാണ് എന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ടല്ലോ. വചനത്താൽ നിറയപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവത്താൽ തന്നെയാണ് നിറയപ്പെടുന്നത്. വചനത്തിൻ്റെ വലിയ അഭിഷേകം, ദൈവത്തിൻ്റെ വലിയ കൃപാവരം നമ്മളിലുണ്ടാകുന്നതിന് വേണ്ടി നമുക്കൊരു നിമിഷം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കുറവുകളെ, നമ്മുടെ ജീവിതത്തിൻ്റെ പോരായ്മകളെ യേശുവിനെ അടുത്തറിയുന്നതിന്, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്നതിന് ഇനിയും എന്നിലുള്ള കുറവുകൾ എന്തൊക്കെയാണെന്ന് കർത്താവേ ഈ നിമിഷം ഞങ്ങൾക്ക് നീ ബോധ്യപ്പെടുത്തി തരണമേ, ഉൾക്കാഴ്ച തരണമേ എന്ന് എളിമയോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ധനികനായ യുവാവ് കർത്താവിനെ അനുഗമിക്കാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ അവനോട് പറഞ്ഞല്ലേ, നിനക്കൊരു കുറവുണ്ട്, നിനക്കൊരു കുറവുണ്ട്. ഈ ദിവ്യകാരുണ്യ നിമിഷത്തിൽ നമ്മുടെ കുറവ് കണ്ടെത്താനും ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അതിനെ നികത്താനും നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ യഥാർത്ഥത്തിലുള്ള രൂപാന്തരീകരണത്തിൻ്റെ ഒരു വലിയ ചൈതന്യം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നമ്മുടെ കരങ്ങൾ ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ഉയർത്തി അവിടുത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, 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 ആരാധന. കർത്താവായ ദൈവമേ, കത്തോലിക്ക സഭയിലെ ഒരു വലിയ ശുശ്രൂഷയെ ഇന്ന് എനിക്ക് പരിചയപ്പെടുത്തി തന്നതിന് ഓർത്ത് നന്ദി പറയുന്നു. കർത്താവ് ഈ ശുശ്രൂഷയിൽ പങ്കുകാരാകാനുള്ള വലിയ വിളി നീ ഇന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുകയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവായ ദൈവമേ, ഇനിയുള്ള എൻ്റെ ജീവിതത്തിൽ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ ധാരാളം ആത്മാക്കളെ സ്വർഗത്തിന് വേണ്ടി നേടുവാൻ പാകത്തിൽ എൻ്റെ ആത്മാവിനെ ശക്തിപ്പെടുത്തണമേ, എൻ്റെ ജീവിതത്തെ അഭിഷേകമുള്ളതാക്കി മാറ്റണമേ എന്ന് തീക്ഷ്ണമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, അങ്ങയുടെ തിരുരക്തത്തിൻ്റെ വലിയ അഭിഷേകം ഈ നിമിഷം ഇവർക്കെല്ലാവർക്കും നീ നൽകണമേ. വിശുദ്ധ കുരിശിൻ്റെ സജീവമായ സാന്നിധ്യം, ഈശോയുടെ വലിയ സാന്നിധ്യം ഈ നിമിഷം ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിലും ജീവിതത്തിലും വന്ന് നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരീ. നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആരാധന, 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 ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.